ചർച്ചയിൽ തുടക്കത്തിൽ ചേരുന്നത് പ്രമുഖ ക്രിമിനോളജിസ്റ്റ് ഡോക്ടർ ജെയിംസ് വടക്കഞ്ചേരി, അഭിഭാഷകൻ കൂടിയാണ് അദ്ദേഹം. ഒപ്പം മുൻ ഡിവൈഎസ്പി മോഹൻദാസ്, സംസ്ഥാന ഫോറൻസിക് വകുപ്പിലെ മുൻ അസിസ്റ്റന്റ് ഡയറക്ടർ അന്നമ്മ ജോൺ, ഒപ്പം സെൻറ്റർ ഫോർ മൈഗ്രേഷൻ ആൻഡ് ഇൻക്ലൂസീവ് ഡെവലപ്മെൻറ്റിൻ്റെ ഡയറക്ടർ, ഈ അന്യസംസ്ഥാന തൊഴിലാളികളെക്കുറിച്ച് പഠിക്കുക കൂടി ചെയ്യുന്ന ഒരു സന്നദ്ധ സംഘടനയുടെ കൂടി പ്രവർത്തകൻ കൂടിയാണ് അദ്ദേഹം, ഡോക്ടർ ബിനോയ് പീറ്റർ എന്നിവർ. ശ്രീമതി അന്നമ്മ ജോൺ, ഇപ്പോൾ ഈ ജിഷയുമായി ബന്ധപ്പെട്ട ജിഷ വധക്കേസിൽ ഒരു പ്രതി അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ഇത്രയും ദിവസങ്ങൾക്ക് ശേഷമാണ് ഈ അറസ്റ്റ് രേഖപ്പെടുത്തുന്നത്. ഒരു ഫോറൻസിക് വിദഗ്ധ എന്നുള്ള നിലയ്ക്ക് ഈ അറസ്റ്റ് വൈകിയതിലൂടെ ഉണ്ടായിട്ടുള്ള പ്രതിസന്ധി അതെങ്ങനെയൊക്കെയാണ് ഇനി അന്വേഷണ സംഘത്തിന് തരണം ചെയ്യാൻ സാധിക്കുക? എവിടെയൊക്കെയാണ് ആദ്യത്തെ അന്വേഷണ ടീമിനും ഇപ്പോഴത്തെ അന്വേഷണ ടീമിനും അവരുടെ അന്വേഷണ വഴികളിൽ ഉണ്ടായ വ്യത്യാസം താങ്കളുടെ കാഴ്ചപ്പാടിൽ? ആദ്യമായിട്ട് ഇത്രയും കോളടക്കം സൃഷ്ടിച്ച, അല്ലെങ്കിൽ ഒരു തെളിവ് പോലും ഇല്ലെന്ന് നമ്മൾ വിചാരിച്ചിരുന്ന ഒരു കേസിനെ അതിവിദഗ്ധമായി തെളിയിക്കാൻ പറ്റിയ കേരള പോലീസിൻ്റെ അന്വേഷണ മികവിനെ അഭിനന്ദിച്ചുകൊള്ളുന്നു. അതോടൊപ്പം തന്നെ ഇത് ഫോറൻസിക് സയൻസിൻ്റെ ഒരു വിജയം കൂടിയാണ്. അപ്പോൾ ഫോറൻസിക് സയൻസിൻ്റെ അനന്ത സാധ്യതകൾ ഉപയോഗിച്ചുകൊണ്ട് നല്ല ടീം വർക്കിൽ അതിവിദഗ്ധമായിട്ട് കഠിനാധ്വാനം ചെയ്തതിൻ്റെ പേരിൽ മാത്രമാണ് കേരള പോലീസിന് ഈ കേസ് തെളിയിക്കാൻ പറ്റിയത്. അപ്പോൾ ആദ്യത്തെ അന്വേഷണത്തിൻ്റെ അവസ്ഥയിൽ തെളിവ് ശരിയായിട്ട് ശേഖരിക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞു കേൾക്കുന്നുണ്ടെങ്കിൽ പോലും യഥാർത്ഥത്തിൽ അവിടെ ഫോറൻസിക് സയൻസിൻ്റെ സാധ്യതകൾ പരമാവധി ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. കാരണം അത് ഒരു വളരെ നിസ്സാരമായിട്ട്, അല്ലെങ്കിൽ ഒരു അല്പം മാത്രമായിട്ട് അവശേഷിച്ച സലൈവ, അതൊരു ബൈറ്റ് മാർക്കിൻ്റെ ഒരു ഭാഗമായിട്ട്, അതായത് ചുരിദാറിൽ അവശേഷിച്ച സലൈവ വേണ്ട രീതിയിൽ പ്രിസർവ് ചെയ്ത് അതിൽ നിന്നൊരു DNA പ്രൊഫൈൽ എടുക്കുന്ന കാര്യത്തിൽ നമ്മളുടെ ഫോറൻസിക് ലാബ് അല്ലെങ്കിൽ ആ ശാസ്ത്രീയ അന്വേഷണ സമൂഹം വിജയിച്ചിട്ടുണ്ട്. അപ്പോൾ അത് വളരെയേറെ എടുത്തു പറയേണ്ട ഒരു വിഷയമാണ്. അതുപോലെ തന്നെ ആ ഇനീഷ്യൽ സ്റ്റേജിലുള്ള അന്വേഷണത്തിൽ ശരിയായ രീതിയിൽ അത് കൊണ്ടുപോയത് കൊണ്ടാണ് ഒരു ഫിംഗർ പ്രിൻ്റ് അവിടെ ഒന്ന് കൃത്യമായിട്ട് ഡെവലപ്പ് ചെയ്യാൻ പറ്റിയത്. അപ്പോൾ ആദ്യത്തെ അവസ്ഥയിൽ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഒരു ഫോളോ അപ്പ് ആക്ഷൻ എടുക്കാൻ പോലീസിന് പറ്റിയോ എന്ന കാര്യത്തിലാണ് നമുക്കൊരു സംശയം അവശേഷിക്കുന്നത്. എന്നാൽ ശാസ്ത്രീയമായിട്ടുള്ള തെളിവുകൾ പരമാവധി അവർ ഉപയോഗിച്ചിട്ടുള്ളത് കൊണ്ട് ഇനിയത്തെ സ്റ്റേജിൽ പോലീസിന് അധികം വെല്ലുവിളി ഇല്ലാതെ, അപ്പോൾ ഈ യഥാർത്ഥ പ്രതിയാണോ എന്നുള്ള സംശയരഹിതമായിട്ട് ഉറപ്പുവരുത്താനുള്ള ഒരു അടിസ്ഥാനമായിട്ടുള്ള ശാസ്ത്രീയമായിട്ടുള്ള പ്രിൻസിപ്പിൾസ് അവിടെ നമുക്ക് ശേഖരിക്കാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ പ്രതിയെ അറസ്റ്റ് ചെയ്യാൻ ഇത്രയും വൈകി എന്ന കാര്യത്തിൽ നമുക്കെല്ലാവർക്കും ഒരുപാട് ആശങ്കയുണ്ട്. കാരണം ഇതിപ്പോൾ ആഗോളതലത്തിൽ നമ്മുടെ പാർലമെൻറ്റിൽ അല്ലെങ്കിൽ ആംനസ്റ്റി ഇൻ്റർനാഷണൽ തലത്തിലൊക്കെ വിവാദമായി കൊണ്ട് ഇരുന്ന ഒരു കേസ് ആയതുകൊണ്ട് നമുക്കെല്ലാം ഒരുപാട് ആശങ്കയുണ്ടായിരുന്നു, ഇത് തെളിയുമോ ഇല്ലയോ. അപ്പോൾ അങ്ങനെ ഇരുന്ന ആ സ്റ്റേജിൽ ഇതിനെ തെളിയിക്കാൻ പറ്റി എന്ന് പറയുന്നത് നമ്മളുടെ കേരള പോലീസിൻ്റെ മികവ്, അതുപോലെ തന്നെ ശാസ്ത്രീയമായിട്ടുള്ള ഫോറൻസിക് സയൻസിൻ്റെ അനന്ത സാധ്യതകളെ വളരെ ഭംഗിയായ രീതിയിൽ ഉപയോഗിച്ചു. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ഇന്ന് അഭിമാനത്തിന്റെ ഒരു നിമിഷം കാഴ്ചവെക്കാൻ കേരള പോലീസിന് സാധിച്ചത്. ഞാൻ തിരിച്ചു വരാം ശ്രീമതി അന്നമ്മ ജോൺ. ശ്രീ ജെയിംസ് വടക്കഞ്ചേരി, ഇപ്പോൾ ശ്രീമതി അന്നമ്മ ജോൺ എന്ന ഫോറൻസിക് വിദഗ്ധ അഭിപ്രായപ്പെട്ടതനുസരിച്ച് ഈ പ്രതിയെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നതിൽ പിന്തുടർന്നിട്ടുള്ള ശാസ്ത്രീയമായ ഫോറൻസിക് ശാസ്ത്രത്തിൽ പറയുന്ന കാര്യങ്ങൾ വച്ചു നോക്കുമ്പോഴുള്ള ഒരു പര്യാപ്തത ഇപ്പോൾ ചൂണ്ടിക്കാട്ട് ഉണ്ടായിട്ടുണ്ട്. അതനുസരിച്ച് അന്വേഷണം നല്ല ദിശയിൽ പോകുന്നു. ഈ കേസിലെ പ്രതിയെ കണ്ടെത്താനുള്ള മാർഗത്തിൽ തന്നെയാണ് പോലീസ് സഞ്ചരിച്ചത്. ഇപ്പോൾ പ്രതി പിടിക്കപ്പെടുന്ന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു. താങ്കൾ അങ്ങനെ തന്നെയാണോ വിശ്വസിക്കുന്നത്? ഇത് രാവിലെ മുതൽ നമ്മുടെ ചാനലുകളിൽ വരുന്ന വാർത്ത ശ്രദ്ധിക്കുന്നുണ്ട്. അതൊക്കെ ഞാനങ്ങോട്ട് വിടുകയാണ്. കാരണം എനിക്ക് ഇതൊരു അക്കാഡമിക് ലെവലിൽ, അതായത് വൈകാരികമായിട്ടല്ല, ജനങ്ങൾ ആഹ്ലാദിക്കുകയാണ് എല്ലാ കാര്യം ഉണ്ടെങ്കിലും എനിക്ക് അക്കാഡമിക് ലെവലിൽ ഒരു ക്രിമിനോളജിസ്റ്റ് എന്ന നിലയിൽ ഒരു എക്സ്പേർട്ട് ഒപ്പീനിയൻ പറയുന്ന രീതിയിൽ എനിക്ക് എൻ്റെ മനസ്സിലുണ്ടായ ചില ചോദ്യങ്ങൾ ഞാൻ ഈ ജനസമൂഹത്തിലേക്ക് വിടുകയാണ്. അതായത് ഒരു ചെരുപ്പാണ് ഈ ഡിറ്റക്ഷനിലേക്ക് വഴി തെളിച്ചത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.
ഈ ചെരുപ്പ് മാസങ്ങൾക്ക് മുമ്പ് വാങ്ങിയ ഈ റബ്ബർ ചെരുപ്പ് വാങ്ങിച്ച കടയിൽ ഉടമസ്ഥൻ ചെരുപ്പ് ഐഡൻറ്റിഫൈ ചെയ്തുവെന്നും ആ ചെരുപ്പ് വാങ്ങിച്ച ആളെ പറ്റി പറഞ്ഞുവെന്നും ആണ് ഞാൻ മനസ്സിലാക്കുന്നത്. എനിക്കത് അങ്ങനെ സാധിക്കുമോ എന്ന് ആലോചിച്ചിട്ട് ഒരു പിടുത്തം കിട്ടുന്നില്ല. കാരണം 100 കണക്കിന് ചെരുപ്പുകൾ വിൽക്കുന്ന ഒരു കടയിൽ, പ്രത്യേകിച്ച് പെരുമ്പാവൂർ അങ്കമാലി സൈഡിൽ ചെന്ന് കഴിഞ്ഞാൽ ഈ അന്യദേശ തൊഴിലാളികൾ ധാരാളമുണ്ട്. അങ്ങനെയുള്ളതായ ഒരു സ്ഥലത്ത് മാസങ്ങൾക്ക് മുമ്പ് വിറ്റുപോയ ഒരു ചെരുപ്പ്, അത് എൻ്റെ കടയിൽ നിന്ന് വിറ്റതാണ്. അത് ബ്രാൻഡ് എന്താണെന്ന് എനിക്കറിയില്ല, ആ ബ്രാൻഡ് വിൽക്കുന്ന ആളാണോ എന്ന് എനിക്കറിയില്ല. ഇത് എൻ്റെ കടയിൽ നിന്ന് വിറ്റതാണ്, ഇത് എൻ്റെ കടയിൽ നിന്ന് വാങ്ങിച്ചത് ഇന്ന ആസാമിലുള്ള ഇന്ന ആളാണ് എന്ന് കണ്ടുപിടിച്ചു എന്ന് പറയുന്നത്, അത് നമുക്ക് എത്രമാത്രം സ്വീകാര്യമാണ് എന്നുള്ളൊരു ചോദ്യം എൻ്റെ നിൽപ്പുണ്ട്. ഇനി എന്തെങ്കിലും ആവട്ടെ, ആ ചെരുപ്പ് ഈ പറഞ്ഞതായ പ്രതിയുടേതാണോ എന്ന് അറിയാൻ ഫോറൻസിക് സയൻസിൽ നമുക്ക് ധാരാളം മാർഗങ്ങളുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് ഈ പ്രതി ആയിട്ട് പിടിക്കപ്പെട്ടതായ ഈ വ്യക്തി ഏതോ ഹോളോബ്രിക്സ് കമ്പനിയിൽ ജോലി ചെയ്യുന്ന ഒരാളാണെന്നാണ്. ഇതിൽ ചെരുപ്പുകളെ പറ്റി നടത്തിയിട്ടുള്ള ഗവേഷണങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന 60% ചെരുപ്പുകളും അല്ലെങ്കിൽ ഷൂസുകൾ ഒരാൾ ജോലി ചെയ്യുന്നതായ സ്ഥലത്ത് പൊടിപടലങ്ങൾ ഈ ചെരുപ്പിലുണ്ടാകും. ഉദാഹരണം പറഞ്ഞാൽ, ഒരു ഫ്ലവർ മില്ലിൽ ജോലി ചെയ്യുന്ന ആളാണെങ്കിൽ ആ ഫ്ലവർ മില്ലിൽ ആ പൊടി ആ ചെരുപ്പിൻ്റെ അടിയിൽ പറ്റി പിടിച്ചിരിക്കും. അതുപോലെ ഒരു കോൾ ഫാക്ടറി, അതായത് കൽക്കരി, അതുപോലെയൊക്കെയുള്ള കൽക്കരിയുടെ അംശങ്ങളുണ്ടാകും. തുണി മില്ല് തുടങ്ങിയതാണെങ്കിൽ അതിൻ്റെ ഫൈബർ, അതിൻ്റേതായ തുണിയുടേതായ അംശങ്ങൾ, പൊടിയൊക്കെ അവിടെ ഉണ്ടാകും. ആ നിലയ്ക്ക് ഒരു ഹോളോബ്രിക് കമ്പനിയിൽ ജോലി ചെയ്യുന്ന ഒരാളുടെ ചെരുപ്പാണെങ്കിൽ തീർച്ചയായിട്ടും അയാൾ ജോലി ചെയ്തതായ ആ ഹോളോബ്രിക്ക് കമ്പനിയിൽ ഉപയോഗിക്കുന്ന സിമൻറ്റ് തുടങ്ങിയതായ സംഗതികൾ അതിനകത്തുണ്ടാകും. ഇപ്പം ഞാൻ ഈ ടി വിയിൽ കേട്ടതനുസരിച്ച് ഈ ചെരുപ്പ് ആ കനാലിൽ കൂടി പോയപ്പോൾ ചെടികൾ പൂണ്ടുപോയെന്നും അതനുസരിച്ച് അവിടെ ഇട്ടുകൊണ്ട് പോയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആ ചെരുപ്പ് തീർച്ചയായിട്ടും എടുത്തിട്ട് അത് ഹോളോബ്രിക്ക് കമ്പനിയിലെ അംശങ്ങൾ ആ ചെരുപ്പിലുണ്ടോ എന്നുള്ളത് തീർച്ചയായിട്ടും കൊണ്ടുവരാവുന്നതാണ്. ചെരുപ്പുകളെ പറ്റി പഠിക്കുമ്പോൾ നമ്മൾ ചെരുപ്പ് കുറേ നാൾ ഇട്ട് കഴിയുമ്പോൾ ആ ചെരുപ്പ് ഇട്ടതായ സ്ഥലത്ത് വിരലുകളും അതുപോലെ നമ്മുടെ തള്ള വിരലും ഒക്കെ പതിഞ്ഞ പാടുകളുണ്ടാകും. യെസ്, ഇതെല്ലാം ഫോറൻസിക് ശാസ്ത്രത്തിൽ മനസ്സിലാക്കാനുള്ള വഴിയുണ്ട് എന്നാണ് അങ്ങ് പറഞ്ഞു വരുന്നത് എന്നിരിക്കെ അത് മനസ്സിലാക്കി തന്നെയാണല്ലോ ഇപ്പോൾ പോലീസ് ഈ നിഗമനത്തിലേക്ക് എത്തുകയും ഇദ്ദേഹത്തിൻ്റെ അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞില്ല. അതായത് ഈ നമ്മുടെ കാലിൻ്റെ ഡയമെൻഷൻ, അപ്പോൾ എന്താ 3 തരത്തിലുള്ള ചെരുപ്പ് നമ്മൾ നോക്കണം. ഒന്ന്, നമുക്ക് കുറ്റരംഗത്ത് നിന്ന് കിട്ടിയതായ ചെരുപ്പ്. 2, ഇയാൾ ഇപ്പോൾ ഇട്ടിരിക്കുന്ന ചെരുപ്പ്. 3ാമത്, നമ്മൾ ഒരു ഇതുപോലത്തെ ചെരുപ്പ് വാങ്ങിച്ചിട്ട് ഇടിപ്പിക്കണം. എന്നിട്ട് അതിനെ കൂടി നമ്മൾ നോക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അയാളുടെ ആ കാലുകളുടെ ഡയമെൻഷൻസ്, ഷേപ്പ്, പാറ്റേൺസ്, പെക്യുലാരിറ്റീസ് ഇതെല്ലാം ഈ കുറ്റരംഗത്ത് നിന്ന് കിട്ടിയ ചെരുപ്പിനുണ്ടോ, ഇപ്പോൾ ഇട്ടുകൊണ്ടിരിക്കുന്ന ചെരുപ്പിനുണ്ടോ, ഇപ്പോൾ നമ്മൾ വാങ്ങിച്ചിരിക്കുന്ന 3ാമത്തെ ഈ റിക്വസ്റ്റ് ചെരുപ്പിനുണ്ടോ എന്നൊക്കെ നമ്മൾ പരിശോധിച്ചിട്ട് ഈ ചെരുപ്പ് ഇയാൾ ഉപയോഗിച്ചതാണ് എന്ന് തെളിയിക്കാൻ നമുക്ക് പറ്റാത്തത്തോളം കാലം ഒരു കടക്കാരൻ്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഈ ചെരുപ്പ് തന്നെയാണ് ഇയാൾ ഉപയോഗിച്ചതെന്ന് പറയുന്നത്. ഞാൻ തിരിച്ചു വരാം. ശ്രീമതി അന്നമ്മ ജോൺ, ഈ ഘട്ടത്തിൽ വീണ്ടും താങ്കളിലേക്ക് ഞാൻ ഒന്ന് വരികയാണ്. ഈ സംശയങ്ങളൊക്കെയാണ് ക്രിമിനോളജിസ്റ്റ് കൂടിയായ ഡോക്ടർ ജെയിംസ് വടക്കഞ്ചേരിക്കുള്ളത്. ഇത് തീർത്തുകൊണ്ട് ഈ അന്വേഷണ സംഘത്തിന് തെളിയിക്കാൻ വേണ്ടി പര്യാപ്തമായ രീതിയിലുള്ള DNA പരിശോധനയൊക്കെ നടത്താൻ ഈ ചെരുപ്പിൻ്റെ ഈ തെളിവ് മാത്രം വെച്ച് സാധിക്കുന്നതാണോ? ഇപ്പോൾ ഈ അറസ്റ്റ് രേഖപ്പെടുത്തിയതനുസരിച്ച് അങ്ങനെ നടന്നിട്ടുണ്ടാകുമെന്നാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഫോറൻസിക് സയൻസിൻ്റെ അടിസ്ഥാന തത്വം ഉപയോഗിച്ച് പറയുകയാണെങ്കിൽ എല്ലാ ആക്ഷൻസും ലോ പ്രോബബിലിറ്റിയിൽ എവറി ആക്ഷൻ ഈസ് ഹാവിങ് വേരിയസ് ചാൻസസ് എന്നാണ് പറയുന്നത്. അപ്പോൾ അത് കിട്ടുകയും കിട്ടാതിരിക്കുകയും ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. വടക്കഞ്ചേരി സാർ പറഞ്ഞത് നമ്മൾ ഉപയോഗിച്ച് പഴകിയ ഒരു ചെരുപ്പിൽ നമ്മളുടെ ഡീപ്പ് ഫുട്ട് ഇംപ്രഷൻ അതിൽ കിട്ടും. ആ ഡീപ്പ് ഫുട്ട് ഇംപ്രഷൻ അത് നമ്മുടെ വിരലുകളുടെ എല്ലാം പാട് അതേപടി കിടക്കും. അപ്പോൾ ആ ഉപയോഗിച്ച ചെരുപ്പ് ഇപ്പോൾ അയാൾ ഉപയോഗിക്കുന്ന ചെരുപ്പും അത് ഉപയോഗിച്ച് പഴകിയതാണെങ്കിൽ അതിൽ ഈ ഡീപ്പ് ഫുട്ട് ഇംപ്രഷൻ ഉണ്ടാവും. ഈ ഫുട്ട് ഇംപ്രഷൻസ് കമ്പയർ ചെയ്യാനുള്ള സാധ്യത ഇനിയും അവശേഷിക്കുന്നുണ്ട്. അതൊന്ന്.
ഇനി രണ്ടാമത്തെ കാര്യം, ഇതിനകത്ത് നമ്മൾ ഉപയോഗിച്ച് നമ്മളുടെ കാലിൽ ടച്ച് ചെയ്ത ഒരു സാധനമാണല്ലോ ഈ ചെരുപ്പ്. അപ്പോൾ നമ്മൾ കൈകൊണ്ട് തൊടുന്ന സ്ഥലത്ത് വരെ ടച്ച് DNA നമുക്ക് വേർതിരിച്ചെടുക്കാൻ പറ്റൂ എന്നുള്ള ലെവലിലേക്ക് ശാസ്ത്രം വളർന്നിട്ടുണ്ട്. പക്ഷെ അത് കിട്ടാതിരിക്കാം. എല്ലാത്തിനും എല്ലാ പ്രോബബിലിറ്റിയിൽ ചാൻസുകൾ കിടക്കുന്നുണ്ട്. അപ്പോൾ സഫീഷ്യന്റ് എമൗണ്ട് DNA ഉണ്ടെങ്കിൽ നമുക്ക് എടുക്കാൻ പറ്റും. അതാണ് ചാൻസ് എന്ന് പറഞ്ഞത്. അപ്പൊ ഈ കാലില് ഉപയോഗിക്കുന്ന ചെരുപ്പ് ഒരുപാട് നാൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ നമ്മളുടെ വിയർപ്പ്, പൊടി പടലങ്ങൾ ഇതെല്ലാം കൂടി അടിഞ്ഞുകൂടി അപ്പൊ ഏറ്റവും കൂടുതലായിട്ട് കാലിൽ ടച്ച് ചെയ്ത് വരുന്ന വിരലുകളുടെ ഇടയിൽ, സ്ട്രാപ്പില്, അപ്പൊ അങ്ങനെയുള്ള ഭാഗത്തൊക്കെയുള്ള ഡർട്ട് സെല്ലുകൾ ഇതെല്ലാം കൂടി അടിഞ്ഞിരിക്കുന്ന ഭാഗത്ത് നിന്ന് DNA ചെയ്യുകയാണെങ്കിൽ ഇയാൾ ഉപയോഗിച്ച ചെരുപ്പാണോ എന്നുള്ളത് നമുക്ക് സംശയരഹിതമായിട്ട് പ്രൂവ് ചെയ്യാം. അതൊരു കാര്യം. ഇനി ഇത് മാത്രമല്ല, നമുക്ക് ഒരു പ്രതിയെ ഒന്ന് ട്രാക്ക് ചെയ്യാനായിട്ട്, ഒരു സംശയിക്കുന്ന ഒരു സസ്പെക്റ്റിലേക്ക് എത്തിച്ചേരാൻ കേരള പോലീസിനെ സഹായിച്ച ഒരു നല്ല ഇൻസ്ട്രുമെന്റ് ആണ് ഈ ചെരുപ്പ്. അപ്പോൾ ഇത് എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ ഒരു സസ്പെക്റ്റിനെ കിട്ടിക്കഴിഞ്ഞാൽ ഇയാളാണോ പ്രതി എന്ന് കൺഫേം ചെയ്യാനുള്ള എവിഡൻസ് നമുക്ക് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടല്ലോ. DNA എവിഡൻസ് കിട്ടിക്കഴിഞ്ഞു പ്രതിയുടെ. ദെൻ ഫിംഗർ പ്രിന്റ് എവിഡൻസ് ഓൾറെഡി റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞു പ്രതിയുടെ. ഇത് രണ്ടും ആണോ നോക്കിയാൽ മതിയല്ലോ. ഇനി ചെരുപ്പിൽ നിന്ന് കിട്ടുന്ന ഈ എവിഡൻസ് സഫീഷ്യന്റ് അല്ലെങ്കിൽ കിട്ടാതിരിക്കാം, ചാൻസ് ഉണ്ട്. അപ്പൊ സഫീഷ്യന്റ് അല്ലെങ്കിൽ കിട്ടാതിരിക്കാം. അപ്പൊ ചെരുപ്പിൽ എവിഡൻസ് കിട്ടിയില്ല എന്നതിന്റെ പേരിൽ മാത്രം ഈ കേസ്, അതായത് ശ്രീമതി അന്നമ്മ ജോൺ, ഈ ചെരുപ്പ് എന്നുള്ളത് ഈ പ്രതി ഇയാളിലേക്ക് നയിക്കാൻ, ഇതാണ് ആള് എന്ന് സംശയം ഉണ്ടാക്കാനും അയാളിലൂടെ കൂടുതൽ തെളിവുകൾ സംഘടിപ്പിക്കാനും പോലീസിനെ സഹായിക്കുന്ന ഒരു കാര്യമായി മാത്രം കണ്ടാൽ മതി. അല്ലാതെ ഈ ചെരുപ്പിൽ തന്നെ ഇപ്പോൾ വടക്കഞ്ചേരി സാർ പറഞ്ഞതുപോലെയുള്ള എല്ലാ തെളിവുകളും ചെരുപ്പിൽ മാത്രം നിൽക്കണമെന്ന് വാശി പിടിക്കേണ്ടതില്ല എന്നാണോ അങ്ങ് പറയുന്നത്? വടക്കഞ്ചേരി സാർ പറഞ്ഞത് തിയറിറ്റിക്കൽ ആയിട്ടുള്ള കാര്യമാണ്. ഈ തിയറിറ്റിക്കൽ ആയിട്ടുള്ള കാര്യം എപ്പോഴും പ്രാക്ടിക്കലി നമുക്ക് തെളിയിക്കാൻ പറ്റിയെന്ന് വരികയില്ല. അപ്പോൾ അത് നമുക്ക് ട്രൈ ചെയ്യാം. DNA കിട്ടുന്നുണ്ടെങ്കിൽ അത് അഡീഷണൽ എവിഡൻസ് ആക്കാം, ഒന്നുകൂടി അതിലേക്ക് കൺഫേം ചെയ്യാം. ഇനി അഥവാ ഈ ചെരുപ്പിൽ നിന്ന് ഇയാളുടേതൊന്ന് തെളിയിക്കാനുള്ള, ഇപ്പൊ വെള്ളത്തിലൊക്കെ താന്നുപോയ ചെരുപ്പൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് DNA വേർതിരിച്ചെടുക്കാനുള്ള സാധ്യതകളൊക്കെ കുറവായി വരും. വേറൊരു സാധ്യതയുള്ളതെന്ന് പറയുന്നത് ഈ ചെരുപ്പിനടിയിലെ ഉള്ള സോയിൽ പാർട്ടിക്കിൾ, ഈ മണ്ണിൽ താന്നുപോയി എന്ന് പറയുന്ന സ്ഥലത്തെ സോയിലുമായിട്ട് നമുക്ക് കമ്പയർ ചെയ്യുകയാണെങ്കിൽ അതിന് ഇനിയും സാധ്യത കിടപ്പുണ്ട്. അത് ഈ ചെരുപ്പിന്റെ അടിയിലുള്ള ചെറിയ വിടവുകളുടെ ഉള്ളിലൊക്കെ സോയിൽ തങ്ങി നിൽക്കും. അപ്പൊ അങ്ങനെ ആ മണ്ണുള്ള സ്ഥലത്ത് ഈ ചെരുപ്പ് താന്നുപോയി എന്ന് പറയുന്ന ആ വേർഷൻ ഇയാൾ പറയുന്നത് കറക്റ്റ് ആണോ എന്ന് അവിടെ നിന്നുള്ള സോയിൽ എടുത്ത് ഇനിയാണെങ്കിൽ നമുക്ക് കമ്പയർ ചെയ്ത് ആ സോയിൽ വെച്ച് മാത്രമാണെങ്കിലും ഈ ചെരുപ്പ് ഇയാളുടേതാണെന്ന് ആ കൃത്യസ്ഥലത്ത് ഈ ചെരുപ്പിന്റെ ഉടമ വന്നിട്ടുണ്ട് എന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റും. ശ്രീമതി അന്നമ്മ ജോൺ, ഒരുപക്ഷെ ഇത് മാത്രമല്ലല്ലോ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മറ്റു പല തെളിവുകളും ഉണ്ടല്ലോ. ഇപ്പോൾ ഫോറൻസിക് സയൻസിൽ തന്നെ ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് ഈ പാറ്റേൺ അനാലിസിസ്, ബ്ലഡ് സ്റ്റെയിനുമായി ബന്ധപ്പെട്ട് പാറ്റേൺ അനാലിസിസ് നടത്തുന്ന ഒരു പതിവ് ഇപ്പോഴുണ്ടല്ലോ. അത് ഏത് രീതിയിലാണ് ഈ കേസിൽ സഹായകരമാകാൻ സാധ്യതയുള്ളത്? ബ്ലഡ് സ്റ്റെയിൻ പാറ്റേൺ അനാലിസിസ് എന്ന് പറയുന്നത് നമ്മളുടെ ഇൻവെസ്റ്റിഗേഷൻ മേഖലയിലുള്ള ഒരു അതിനൂതനമായ സംവിധാനമാണ്. അപ്പോൾ ഒരു പ്രതി കൃത്യസ്ഥലത്ത് എന്തെല്ലാം രീതിയിലുള്ള കൃത്യങ്ങളാണ് നടത്തിയത്, അല്ലെങ്കിൽ ഏതെല്ലാം തരത്തിലുള്ള അറ്റാക്കുകളാണ് ഈ വിക്ടിമിന് ഉണ്ടായിട്ടുള്ളത്, അത് ഏത് തരം വെപ്പണാണ് ഉപയോഗിച്ചത്, ആ വെപ്പണിന്റെ അറ്റാക്കിന്റെ വെലോസിറ്റി, തീവ്രത എത്രയാണ്, അത് ഏത് പൊസിഷനിൽ നിന്നപ്പോഴാണ് ഈ ഫസ്റ്റ് അറ്റാക്ക് ഉണ്ടാകുന്നത്, എഴുന്നേറ്റ് നിൽക്കുമ്പോഴാണോ, ഇരിക്കുന്ന സമയത്താണോ, കിടക്കുന്ന സമയത്താണോ, മുതലായ കാര്യങ്ങളൊക്കെ ഈ ബ്ലഡ് സ്റ്റെയിൻ്റെ ഹൈറ്റ് വെച്ച് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ആ കൃത്യസ്ഥലത്ത് എത്ര ഉയരത്തിൽ ബ്ലഡ് തെറിച്ചിട്ടുണ്ട്, അപ്പോൾ അത് വെച്ച് ഈ ഫസ്റ്റ് അറ്റാക്ക് ഉണ്ടാകുന്ന സമയത്ത് ഈ വിക്ടിം എഴുന്നേറ്റ് നിൽക്കുകയായിരുന്നോ, അതോ ഏതെങ്കിലും തരത്തിൽ ഇപ്പോൾ സ്ട്രാങ്കുലേറ്റ് ചെയ്തോ അല്ലെങ്കിൽ സ്മോദർ ചെയ്തോ, ശ്വാസം മുട്ടിച്ച് കൊന്നോ, അങ്ങനെ കൊന്നു കഴിഞ്ഞ് നിലത്ത് വീണ് കിടന്നാണോ മറ്റ് ഈ മൂർച്ചയേറിയ വെപ്പൺ കൊണ്ടുള്ള പ്രയോഗങ്ങൾ ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് ആ ബ്ലഡ് സ്റ്റെയിൻ്റെ പാറ്റേൺ നോക്കിക്കഴിഞ്ഞാൽ, കൃത്യസ്ഥലം പരിശോധിച്ച് കഴിഞ്ഞാൽ അത് ഉറപ്പായിട്ട് പറയാൻ പറ്റും. അത് ഈ കേസിൽ പ്രയോജനപ്പെടുന്ന രീതിയിലാണെന്നാണോ താങ്കൾ മനസ്സിലാക്കുന്നത്? ഈ കേസിലും തീർച്ചയായിട്ടും. അപ്പൊ ഈ പറയുന്നത് ആദ്യമായിട്ട് ഇപ്പൊ എഴുന്നേറ്റ് നിൽക്കുന്ന ഒരു സമയത്ത് ഈ വെപ്പൺ വെച്ചിട്ടുള്ള ഒരു അറ്റാക്ക്, അതൊരു ഷാർപ്പ് വെപ്പൺ വെച്ചാണോ ഒരു ബ്ലണ്ട് ആയിട്ടുള്ള വെപ്പൺ വെച്ചാണോ അറ്റാക്ക് ഉണ്ടായിട്ടുള്ളതെന്ന് ബ്ലഡ് അവിടെ തെറിച്ചിരിക്കുന്ന ബ്ലഡിന്റെ പാറ്റേൺ വെച്ച് നമുക്ക് പറയാൻ പറ്റും. അപ്പൊ അത് ആദ്യമായിട്ട് ഈ അറ്റാക്ക് ആണോ ഉണ്ടായത്, അതോ ആദ്യമായിട്ട് സ്മോദർ ചെയ്ത് കൊല്ലാനുള്ള ഒരു ശ്രമം നടത്തിയോ, നിലത്ത് വീണ് കിടന്നതിന് ശേഷമാണോ ഈ വെപ്പൺ വെച്ചുള്ള അറ്റാക്ക് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത് അവിടെ തെറിച്ചു പോയിട്ടുള്ള ബ്ലഡിന്റെ ഡ്രോപ്ലെറ്റ്സിന്റെ രീതി നോക്കിയിട്ട്
അത് എത്ര ഹൈറ്റിൽ വന്നിട്ടുണ്ട് എന്നത് നോക്കിയിട്ട് ആളുടെ പൊസിഷൻ പറയാൻ പറ്റും. ഉപയോഗിച്ച വെപ്പണ് ഷാർപ്പായിട്ടുള്ള വെപ്പണാണോ ബ്ലണ്ടായിട്ടുള്ള വെപ്പണാണോ, ആ ബ്ലഡ് തെറിച്ചതിൻ്റെ വെലോസിറ്റി. അപ്പോൾ ഈ പാറ്റേൺ പറയുകയാണെങ്കിൽ ഹൈ വെലോസിറ്റി പാറ്റേൺ ഉണ്ട്, ലോ വെലോസിറ്റി പാറ്റേൺ ഉണ്ട്, ദെൻ മീഡിയം വെലോസിറ്റി പാറ്റേൺ ഉണ്ട്, ബ്ലഡ് ഡ്രോപ്സിൻ്റെ പാറ്റേൺ. അപ്പോൾ അതിൽ വളരെ വലിയ വെലോസിറ്റി പാറ്റേൺ എന്ന് പറയുമ്പോൾ ബ്ലഡ് ഡ്രോപ്സിൻ്റെ സൈസ് വളരെ കുറവായിരിക്കും. ആ സൈസ് വളരെ കുറവുള്ള പാറ്റേൺ ഉണ്ടാകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഒരു ഗൺ ഷോട്ട് ഇഞ്ചുറി ഒക്കെ ഉണ്ടാകുന്ന സ്ഥലത്താണ് അങ്ങനെയുള്ള വളരെ ചെറിയ സൈസിലുള്ള ഡ്രോപ്ലെറ്റ് വരിക. അപ്പോൾ അതല്ലാതെ ഇപ്പോൾ ഒരു മീഡിയം വെലോസിറ്റി വെപ്പൺ ഉപയോഗിച്ചുള്ള ഒരു ബ്ലണ്ട് വെപ്പൺ, ഒരു കമ്പിയോ വടിയോ അപ്പോൾ അതുപോലെയൊക്കെയുള്ള എന്തെങ്കിലും വെച്ച് അടിക്കുകയോ ഒക്കെ ചെയ്ത് ബ്ലഡ് വീഴുന്ന ഒരു സ്ഥലത്ത് ഉണ്ടാകുന്ന ഡ്രോപ്ലെറ്റ്സിന്റെ സൈസ് ആദ്യം പറഞ്ഞതിനേക്കാൾ കൂടുതലായിരിക്കും. യെസ്, ഞാൻ തിരിച്ചു വരാം ശ്രീമതി അന്നമ്മ ജോൺ. എന്തായാലും ശ്രീ മോഹൻദാസ്, പോലീസ് ഇത്തരം ഫോറൻസിക് ശാസ്ത്രത്തിൻ്റെയൊക്കെ സഹായത്തോടു കൂടി എത്രമാത്രം ഈ കേസിൽ ആദ്യഘട്ടത്തിൽ പോയി എന്നുള്ളതാണ് വലിയ ചർച്ചാ വിഷയമാകുന്നത്. ആദ്യഘട്ടത്തിൽ ഇപ്പോൾ ഈ ചെരുപ്പിൻ്റെ കാര്യം, ഇപ്പോൾ വടക്കഞ്ചേരി സാർ ഒരു തർക്കത്തിൽ മുതിരുന്നത് തന്നെ അത് വെള്ളത്തിനടിയിൽ പോയി അവിടെ കിട്ടാവുന്ന തരത്തിലുള്ള സൂചനകളൊക്കെ അവിടെ നശിക്കാനുള്ള സാധ്യതയുണ്ട്. ഇത്രയും ദിവസങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്. ഈ ചെരുപ്പിലൂടെ DNA-യും അല്ലെങ്കിൽ മറ്റ് നേരത്തെ ശ്രീമതി അന്നമ്മ ജോൺ പറഞ്ഞതുപോലെയുള്ള കാൽപ്പാടുകൾ വെച്ചുള്ള ഐഡൻറ്റിഫിക്കേഷനൊക്കെ നടത്തുന്നതിന് ഇനി സാധ്യമാണോ എന്നൊക്കെയുള്ള സംശയങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. ഇതൊക്കെ ആദ്യഘട്ടത്തിലെ പോലീസ് ടീമിൻ്റെ കൃത്യമായ ഇടപെടൽ ഉണ്ടായിരുന്നു എങ്കിൽ അത് ഇത്രമാത്രം പ്രശ്നത്തിലേക്ക് പോകുമായിരുന്നില്ല. അതൊരു പോലീസിൻ്റെ വീഴ്ചയായി, തുടക്കകാലത്തിലെ വീഴ്ചയായി കാണേണ്ടത് തന്നെയല്ലേ ഈ ഘട്ടത്തിൽ? ശരിയാണ്. നമ്മുടെ സീനിൽ നിന്നും കിട്ടിയിട്ടുള്ള ചെരുപ്പാണത്. സ്വാഭാവികമായിട്ടും ആ ഒരു ചെരുപ്പ് ആദ്യം കണ്ടെടുക്കുമ്പോൾ തന്നെ അതിൽ ഈ കുറ്റകൃത്യം ആയിട്ട് ബന്ധപ്പെട്ട പല ഘടകങ്ങൾ, പല ഫ്ലൂയിഡ്സിൻ്റെ ഡെപ്പോസിഷൻസ് ആ ചെരുപ്പിൽ തീർച്ചയായിട്ടും അത് പറ്റിപ്പിടിച്ച് അത് എസ്റ്റാബ്ലിഷ് ചെയ്യാനുള്ളൊരു പോസിബിലിറ്റി വളരെ കൂടുതലായിട്ട് ഈ ചെരുപ്പിൽ കാണുമായിരുന്നു. പക്ഷേ നോർമലി ഒരു ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ ഇതൊക്കെ കിട്ടിയ അവസ്ഥയിലെങ്കിലും ഉള്ളതെങ്കിൽ അപ്പോൾ ആ അവസ്ഥയിൽ കിട്ടിയ അവസ്ഥയിൽ ഉള്ളത് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് വളരെ സൂക്ഷിച്ച് എടുത്ത് അതിനെ നന്നായിട്ട് സംരക്ഷിച്ച് നന്നായിട്ട് പാക്ക് ചെയ്ത് എത്രയും പെട്ടെന്ന് അത് ഫോറൻസിക് പരിശോധനയ്ക്ക് വിധേയമാക്കപ്പെടേണ്ടതായിരുന്നു. പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ അത് കഴിഞ്ഞില്ല. അത് കാരണം പക്ഷേ ഈ വൈകിയ വേളയിലെങ്കിലും ഈ ചെരുപ്പിൽ നിന്നും ഒരു ജിഷയുടെ ബ്ലഡ് സ്റ്റെയിൻ സസ്പെക്റ്റിൻ്റെ, അതായത് പ്രതിയായിട്ട് സംശയിക്കപ്പെടുന്ന സസ്പെക്റ്റിൻ്റെ ആയിട്ടുള്ള ചെരുപ്പിൽ നിന്നും ഒരു ബ്ലഡ് സ്റ്റെയിൻ കിട്ടിയത് അത് വലിയൊരു മികച്ച നേട്ടമാണ്. ഇപ്പം പുതിയതായിട്ട് ഈ കേസ് അന്വേഷിക്കുന്ന ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ മികച്ച വിജയമാണ്. അത് ഏറ്റവും ശാസ്ത്രീയമായിട്ട് DNA അതിൽ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ കഴിഞ്ഞത് തന്നെ വളരെ കൺക്ലൂസീവ് ആയിട്ടുള്ള ഒരു എവിഡൻസ് ആയിട്ടാണ് ഞാൻ കരുതുന്നത്. ഇതിൽ പല ഘട്ടങ്ങളിലും ശ്രീ മോഹൻദാസ്, പോലീസുകാർ ചില ക്ലൂകളൊക്കെ കിട്ടിയപ്പോൾ അത് ഈ കേസിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് സഹായകരമല്ല, ഇതല്ല ശാസ്ത്രീയമായ തെളിവ് എന്ന് പറഞ്ഞ് അവഗണിച്ച ചില ഘട്ടങ്ങൾ നമ്മൾ കണ്ടു. ഏറ്റവും ഒടുവിൽ ഈ CCTV ദൃശ്യങ്ങൾ വന്നപ്പോൾ നമ്മുടെ തന്നെ ചർച്ച അങ്ങ് ഉണ്ടായിരുന്നതാണ്. അന്ന് ടെലിഫോൺ ലൈനിൽ ശ്രീ വടക്കഞ്ചേരിയൊക്കെ ഉണ്ടായിരുന്നു. ഈ CCTV ദൃശ്യം കൊണ്ട് എന്താണ്, അതിനകത്ത് തെളിവ് നമുക്ക് എങ്ങനെ എടുക്കാൻ പറ്റും, ആളെ ദൃശ്യമാകുന്നില്ല, മഞ്ഞ ഷർട്ടിട്ട ഒരാളെ എങ്ങനെയാണ് ഐഡൻറ്റിഫൈ ചെയ്യുക, ഇങ്ങനെയുള്ള തർക്കങ്ങളാണ് ഉണ്ടായത്. പക്ഷെ അതുപോലും ഒരു സൂചനയായി ചെരുപ്പ് പോലെ നമ്മുടെ മുമ്പിൽ നിന്നതല്ലേ? തീർച്ചയായിട്ടും അത് നമ്മൾ എത്ര ഒരു പരിചയക്കുറവുള്ള ആളാണെങ്കിൽ പോലും ഇവിടെ ഈ സംഭവത്തിൽ CCTV-യിൽ കിട്ടിയ വ്യൂ എന്ന് പറയുന്ന ബാക്ക് വ്യൂ ആണ്. ഈ സസ്പെക്റ്റിൻ്റെയും അല്ല ജിഷ എന്ന് കരുതപ്പെടുന്ന ഒരു ലേഡിയുടെ ബാക്ക് വ്യൂ ആണ് കിട്ടിയിട്ടുള്ളത്. തീർച്ചയായിട്ടും ഈ ജിഷയുടെ സസ്പെക്റ്റിനെ വിട്ടേക്കുക, സസ്പെക്റ്റിൻ്റെ നമുക്ക് സ്റ്റൈൽ ഓഫ് വാക്കിംഗ് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പ്രയാസമുണ്ട്. പക്ഷേ ഈ ജിഷയുടെ സ്റ്റൈൽ ഓഫ് വാക്കിങ്ങും ആ മാനറിസംസും ആ ഗെയ്റ്റും ഒക്കെ തീർച്ചയായിട്ടും ഈ ജിഷയുമായിട്ട് പരിചയപ്പെട്ട ജിഷയുടെ അടുത്ത സുഹൃത്തിനോ അല്ലെങ്കിൽ ജിഷയുടെ സഹോദരിക്കോ അല്ലെങ്കിൽ അയൽക്കാർക്കോ ഈ സ്ഥിരം അവർ കാണുന്നതാണ്. ഈ ജിഷയുടെ വാക്കിംഗ് പാറ്റേൺ, അതിൻ്റെ സ്റ്റൈല് എങ്ങനെ, ഒരാൾ നടക്കുമ്പോൾ ഉള്ള മൂവ്മെൻറ്റ് എങ്ങനെയാണ്, അത് ഒരു പ്രത്യേകമായിട്ട് ഒരു വ്യക്തിക്ക് മാത്രമായിട്ടുള്ളതാണ്. അത് ആ വ്യക്തിയുമായിട്ട് പരിചയമുള്ള ദീർഘനാളായിട്ട് പരിചയമുള്ള ആൾക്ക് ഈ ബാക്ക് വ്യൂ ആണെങ്കിൽ പോലും അത് തീർച്ചയായിട്ടും ഒരു 70-75% ഉറപ്പായിട്ട് പറയാൻ കഴിയും ഇത് ജിഷ തന്നെയാണ് ഇത് നടന്നു പോയിട്ടുള്ളതെന്ന് ആ വ്യൂ വെച്ചിട്ട്. അപ്പം ഒരാൾ കൈ വീശുന്ന ആക്ഷൻ, കാലെടുക്കുന്ന ആക്ഷൻ, ഇത് ആ ഒരു സ്റ്റൈൽ വെച്ചിട്ട് തീർച്ചയായിട്ടും ഒരു 70-80%
പറയാൻ കഴിയുമായിരുന്നു. പക്ഷേ ആ ഒരു ക്ലൂ വെച്ചിട്ട് തന്നെയായിരിക്കും പുതിയ ടീം ഈ അന്വേഷണം പ്രൊസീഡ് ചെയ്തതെന്ന് ഞാൻ കരുതുന്നു. യെസ്, ഒരുപക്ഷെ പോലീസ് ടീം മാറുന്നതനുസരിച്ച് ഇതൊക്കെ ക്ലൂ ആകുന്നു, അന്വേഷണത്തെ സഹായിക്കുന്ന രീതിയിലേക്ക് മാറുന്നു. അതാണ് ശ്രീ മോഹൻദാസ് പറഞ്ഞതെന്ന് മനസ്സിലാക്കേണ്ടത്. ഡോക്ടർ ബിനോയ് പീറ്റർ, താങ്കൾ പെരുമ്പാവൂരിൽ തന്നെ പ്രവർത്തിക്കുന്ന അന്യസംസ്ഥാന തൊഴിലാളികളെക്കുറിച്ച് പഠിക്കുന്ന ഒരു സ്ഥാപനത്തിൻ്റെ ഡയറക്ടറാണ്. അവിടെ എത്രമാത്രം അന്യസംസ്ഥാന തൊഴിലാളികളുണ്ട്, അവരുടെ ജീവിതം ഏത് രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് എന്നുള്ളതിനെക്കുറിച്ച് സർക്കാരിൻ്റെ കയ്യിലുള്ള കണക്കിനെക്കുറിച്ച് തന്നെ തർക്കമുള്ളപ്പോഴാണ് അങ്ങേപ്പോലുള്ളവർ അവിടെ ഈ കാര്യങ്ങളൊക്കെ പഠിക്കുന്നത്. ഇപ്പോൾ ഇതാ ജിഷയുടെ വധവുമായി ബന്ധപ്പെട്ട ഒരു അന്യസംസ്ഥാന തൊഴിലാളി ഇപ്പോൾ പിടിയിലാകുന്നത്. ഈ കാര്യത്തിൽ എത്രമാത്രം അന്യസംസ്ഥാന തൊഴിലാളികളുടെ കാര്യത്തിൽ ക്രിമിനൽ വാസനയുള്ള ആളുകളൊക്കെ അവിടെ വന്നു പാർക്കുന്നുണ്ട് എന്നുള്ള ഒരു പശ്ചാത്തലത്തിൽ കുറച്ചുകൂടി ജാഗ്രത പാലിക്കേണ്ടതുണ്ടായിരുന്നു സംസ്ഥാനം എന്നുള്ള വാദത്തിലേക്ക് താങ്കൾ എത്തും? തീർച്ചയായും ഇല്ല. നമുക്ക് ആസാമിലെ പ്രവാസി തൊഴിലാളികളെ പറ്റി നമ്മൾ കണക്കിലെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ചരിത്രപരമായി കുടിയേറ്റത്തിന് ഏറ്റവും തീരെ താല്പര്യം കുറഞ്ഞ ഒരു സമൂഹമാണ് ആസാം. എന്നിരുന്നാലും അവിടെ നിന്ന് എങ്ങനെ ഇത്രത്തോളം ആളുകൾ ഇവിടെ എത്തിച്ചേർന്നു, 3250 കിലോമീറ്റർ യാത്ര ചെയ്ത് എങ്ങനെ ഇവിടെ എത്തിച്ചേർന്നു, ആരാണ് ഈ എത്തിച്ചേർന്നിരിക്കുന്നത്, ഇത് നമ്മൾ അറിയേണ്ടിയിരിക്കുന്നു. ഞാൻ ഡോക്ടർ ബിനോയ് പീറ്റർ ഒന്ന് ഇടപെടുകയാണ്. ഇപ്പോൾ ഈ പിടിക്കപ്പെട്ട ആൾ ആസാം സ്വദേശിയാണെന്ന് പോലീസ് പറയുന്നുണ്ട്. നമുക്കത് ഇപ്പോൾ തൽക്കാലം അങ്ങനെ തന്നെയാണ് മുന്നോട്ട് പോകാൻ സാധിക്കുക. പക്ഷേ അങ്ങയുടെ കയ്യിൽ തന്നെ ചിലപ്പോൾ ചില രേഖകൾ കാണുമല്ലോ. ഈ പെരുമ്പാവൂരിൽ പോലും ആസാമികൾ എന്ന പേരിൽ വന്നു താമസിക്കുന്നവരെല്ലാം ആസാമിൽ നിന്നുള്ളവരല്ല, ബംഗ്ലാദേശിൽ നിന്നുള്ള ആളുകൾ വരെ ഉണ്ട്. തീവ്രവാദ കേസുകളുമായി ബന്ധപ്പെട്ട ചില ആളുകളെ ഇവിടെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയുള്ള ക്രിമിനലുകൾ വരെ അവിടെ വന്നിട്ടുണ്ട്. ആ നിലയ്ക്ക് ഈ ആസാമിൻ്റെ ചരിത്രം മാത്രം വെച്ച് നമുക്ക് ഈ ആളുകളെ വിശകലനം ചെയ്യാൻ സാധിക്കുമോ? കുടിയേറ്റ തൊഴിലാളികളെ പൊതുവെ എടുത്തു പറയുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും എന്തുകൊണ്ട് ഇവർ വന്നു എന്ന് നമ്മൾ ആദ്യം കാണണം. ഏകദേശം 50 രൂപ മാത്രം കൂലി ലഭിക്കുന്ന, വല്ലപ്പോഴും ജോലി ലഭിക്കുന്ന, വരൾച്ചയും കൊടുങ്കാറ്റും എല്ലാം കൊണ്ട് വളരെയധികം പൊറുതിമുട്ടുന്ന ഗോത്രവർഗ ദളിത് ആദിവാസി സമൂഹത്തിൽപ്പെട്ട യുവാക്കളാണ് കൂടുതലും കേരളത്തിലേക്ക് വന്നിരിക്കുന്നത്. ഇവരിൽ വളരെ ചെറിയൊരു വിഭാഗം മാത്രമായിരിക്കാം ഒരു ക്രിമിനൽ സ്വഭാവമുള്ളത്. അത് ഏതൊരു സമൂഹത്തിലും ഇതുണ്ടാവുന്നതാണ്. പൊതുവെ ഒരു പ്രവാസി തൊഴിലാളി, ഒരു തൻ്റേതല്ലാത്ത ഒരു തട്ടകത്തിൽ എത്തിച്ചേരുന്ന ഒരു പ്രവാസി തൊഴിലാളി വളരെ തികച്ച ബോധത്തോടു കൂടി തൻ്റെ സ്വന്തം തട്ടകത്തിലല്ല എന്ന തികച്ച ബോധത്തോടു കൂടിയാണ് ജീവിക്കുക. അവൻ വളരെയധികം ഒതുങ്ങി സൗമ്യത്തോടുകൂടി അവനെതിരെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ പോലും ആ ചൂഷണങ്ങൾക്ക് വിധേയമായി ആ ചൂഷണങ്ങളെല്ലാം സഹിച്ച് തന്നെയാണ് പലപ്പോഴും കഴിയുന്നത്. ഈ ജിഷയുടെ വധവുമായി ബന്ധപ്പെട്ട അന്യസംസ്ഥാന തൊഴിലാളികളെ പോലീസ് അന്വേഷിക്കുന്നത് മനസ്സിലാക്കിയിട്ടുള്ള ആളാണ് താങ്കളും. അവരുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് ആ കൂട്ടരുടെ ഇടയിൽ ഈ കേസിന്റെ അന്വേഷണം ഏത് രീതിയിലാണ് അവരുടെ ഇടയിൽ ഒരു ചലനം ഉണ്ടാക്കിയിട്ടുള്ളത്, താങ്കൾ മനസ്സിലാക്കിയിട്ടുള്ളത്? വളരെയധികം ആശങ്ക അവരുടെ ഇടയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ ജിഷയുടെ ശരീരത്തിൽ ഏതാണ്ട് 38 മുറിവുകളാണ് ഉണ്ടായിരുന്നതെന്ന് പറഞ്ഞു. ഇതേ സമയം കോട്ടയത്ത് 56 മുറിവുകളോടെ കേരളത്തിൽ വന്നിറങ്ങിയ ദിവസം മരിച്ച ജ്യോതി ബോറയെ നമ്മളെല്ലാവരും മറക്കുന്നു. കേരളത്തിൽ എത്തിച്ചേർന്ന അന്നേ ദിവസം തന്നെ കേരളത്തിലുള്ളവർ വെയിലത്ത് കെട്ടിയിട്ട് 56 മുറിവുകൾ ശരീരത്തിലുണ്ടായി മരിച്ച ഒരു ആസാംകാരനെ നമ്മൾ വിസ്മരിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ഒരു കാര്യത്തിലേക്ക് മാത്രം ശ്രദ്ധ ചെലുത്തുന്നത്. ഭൂരിഭാഗമായി ഇവിടെ എത്തിയിട്ടുള്ളവർ അതിജീവനത്തിന് വേണ്ടി എത്തിച്ചേർന്നിട്ടുള്ളവരാണ്. നമ്മളുടെ കേരളത്തിൻ്റെ വികസന ചരിത്രം വെച്ച് നോക്കുമ്പോൾ ഏതാണ്ട് പതിറ്റാണ്ടുകൾ പിറകിലാണ് ഇവർ പിന്നിട്ടിട്ടുള്ള ഗ്രാമപ്രദേശങ്ങൾ. ഇവിടെ ഇവർ തൊഴിലെടുത്ത് ഉണ്ടാക്കുന്ന ചുരുങ്ങിയ തുക കൊണ്ടാണ് അവിടെ ആ ജീവിതങ്ങൾ കഴിഞ്ഞു പോകുന്നത്. ഒത്തിരിയേറെ നമ്മൾക്കറിയാം, ഗൾഫ് മലയാളികൾ നമ്മുടെ നാട്ടിൽ നമുക്കുള്ള അനുഭവങ്ങൾ കൂടി വെച്ചാണ് ചില ശീലങ്ങളിലേക്കും ചില പുതിയ മാറ്റങ്ങളിലേക്കും നമുക്ക് പോകേണ്ടി വരിക. ഡോക്ടർ ബിനോയ് പീറ്റർ, ഞാൻ തിരിച്ചെത്താം. നമുക്കൊരു ചെറിയ ഇടവേളയിലേക്ക് പോകേണ്ടതുണ്ട്. ഡോക്ടർ ജെയിംസ് വടക്കഞ്ചേരി, ഇപ്പോൾ ചെരുപ്പിലെ DNA എന്നുള്ളത് ആണ് ഇപ്പോൾ ഒരു തർക്ക വിഷയമാകുന്നത്. അങ്ങേക്ക് ഇപ്പോഴും അത് തെളിയിക്കാൻ സാധിക്കുമോ? അതിൻ്റെ പഴക്കം എത്രമാത്രമുണ്ട്?
അതിൻ്റെ ഫുട് പ്രിൻറ്റുകളൊക്കെ കൃത്യമായി ഈ പ്രതിയുടെ തന്നെയാണോ എന്നൊക്കെ കണ്ടുപിടിക്കാൻ പറ്റിയാൽ മാത്രമേ ഈ കേസ് തെളിയിക്കാൻ പറ്റൂ എന്നുള്ള രീതിയിലേക്ക് താങ്കളുടെ സംശയങ്ങൾ പോകുന്നുണ്ട്. പക്ഷേ അതുമാത്രമല്ല, പ്രതി തന്നെ സമ്മതിച്ചിട്ടുണ്ട്, ഞാനാണ് ഈ കൊല നടത്തിയത്, കൊല ചെയ്തതിന് ശേഷം ആയുധം ഇന്ന സ്ഥലത്താണ് ഉപേക്ഷിച്ചത്, ചെരുപ്പിന് ഇതാണ് സംഭവിച്ചിട്ടുള്ളത്, ഒപ്പം ഇന്നതാണ് പശ്ചാത്തലം, മുൻ വൈരാഗ്യത്തിൻ്റെ കാരണം എന്താണ്, ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആ നിലയ്ക്ക് പ്രതിയെ കിട്ടാനും സൂചനകൾക്കും സഹായിച്ച ചെരുപ്പിനെ മറന്നുകൊണ്ട് നമ്മൾ ഈ കേസ് അന്വേഷിക്കാൻ സാധിക്കുന്നതിന് ഇനിയും തടസ്സങ്ങളുണ്ടെന്ന് വാദിക്കാൻ സാധിക്കുമോ? അതായത് പ്രതി ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്ന് പോലീസിൽ നിന്നും കിട്ടിയ അറിവോ അല്ലെങ്കിൽ മാധ്യമങ്ങൾ കണ്ടെത്തിയ കാര്യം പ്രതി ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല. പ്രതി ഇപ്പോഴും മുഖം മൂടി അങ്ങനെ ഇരിക്കുകയാണ്. ആ പ്രതി സമ്മതിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ പോലീസിൽ നിന്നും കിട്ടിയ വിവരം വെച്ച് നമ്മൾ പറയുകയാണ്. ഞാൻ ചെരുപ്പിൻ്റെ കാര്യം പറഞ്ഞത് ഈ കടക്കാരൻ്റെ ഒരു വിവരണം വെച്ച് നമ്മൾ പോയി എന്ന് പറയുന്നതല്ല. നമുക്ക് ആ ചെരുപ്പിനെ നമ്മൾ പലതരത്തിൽ വിലയിരുത്തിയാൽ അയാൾ ഇട്ടങ്ങനെ ചെരുപ്പും ഈ പഴയ ചെരുപ്പും വാങ്ങിച്ചിടുന്ന ചെരുപ്പൊക്കെ പാടെ കൂടി നമ്മൾ അളന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാര്യങ്ങൾ പറയാൻ പറ്റും. ഇയാൾ ജോലി ചെയ്തായ സ്ഥലത്ത് സോയിലകത്തുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ. മാത്രമല്ല ഇതിനകത്തുള്ളത് DNA ആണ്. പിന്നെ എൻ്റെ രണ്ടാമത്തെ സംശയം ഞാൻ പറയുകയാണ്. ആദ്യം ചെരുപ്പിൻ്റെ കാര്യം. രണ്ടാമത്തെ എൻ്റെ ഒരു സംശയം അക്കാഡമിക്കാണ് കേട്ടോ. ഇതൊന്നും ജഡ്ജ്മെൻറ്റിലല്ല. അതായത് എൻ്റെ അഭിപ്രായം മാത്രം ഞാൻ പറയുകയാണ്. DNA കാര്യം പറയുന്നുണ്ട്. DNA കണ്ടുപിടിച്ചു എന്ന് പറയുമ്പോൾ ഈ പെൺകുട്ടിയുടെ ജിഷയുടെ ചുരിദാറിൽ നിന്നാണ് ഈ തുപ്പലിൽ നിന്നും DNA കണ്ടുപിടിച്ചത്. അപ്പോൾ കടിച്ചു എന്ന് പറയുമ്പോൾ തുണിയുടെ പുറത്താണ് കടിച്ചിരിക്കുന്നത്. ആ തുണിയുടെ ഉള്ളിൽ കടിയേറ്റ ജിഷയുടെ രക്തമുണ്ടോ എന്നതിനെ പറ്റി ഒന്നും പറയുന്നില്ല. അയാളുടെ തുപ്പൽ ഈ തുണിയിൽ കാണുന്നുണ്ട്, ചുരിദാറിൽ കാണുന്നുണ്ട്. അത് പരിശോധിച്ച് നോക്കിയപ്പോൾ ഇത് DNA നോക്കിക്കഴിഞ്ഞപ്പോൾ അത് ഇയാളുടേതാണ് എന്ന് അതും ഇതുവരെ വ്യക്തമാകുന്നില്ല. ഇയാളുടെ DNA ആണെന്ന് പറയുന്നില്ല. അതിനകത്ത് നമുക്ക് എനിക്കുള്ളത് ആ തുണിയുടെ മറുവശത്ത് ജിഷയുടെ രക്തമുണ്ടോ. ജിഷയുടെ രക്തം ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നല്ലൊരു തെളിവാണ്. പക്ഷേ ഇതിനു മുമ്പ് നമ്മുടെ മാധ്യമങ്ങളിൽ വന്നത് ഈ ജിഷയുടെ നെയിൽ ക്ലിപ്പിങ്സ്, അതായത് ഈ നഖത്തിൻ്റെ ഇടയിൽ തൊലിയുടെ അംശങ്ങളുണ്ടെന്നാണ്. അതായത് ഈ ആക്രമിക്കപ്പെട്ടതായ ആൾ ജിഷ മാന്താനോ അല്ലെങ്കിൽ ജിഷയുമായിട്ടുള്ളതായ മൽപ്പിടുത്തത്തിൽ അയാളുടെ തൊലി വന്നിട്ടുണ്ട്, അതിൻ്റെ DNA കണ്ടെത്തിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. ആ DNA കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ നല്ല തെളിവാത്. ആ DNAയും ഈ പിടിച്ച വ്യക്തിയുടെ തൊലിയിൽ നിന്ന് കിട്ടുന്ന DNA ഒന്നാണെങ്കിൽ ഈ കേസ് വളരെ നന്നായിട്ട് തെളിയിക്കാൻ പറ്റും. പക്ഷേ അത് കിട്ടിയിട്ടുണ്ടോ? റൈറ്റ്, ഞാൻ തിരിച്ചു വരാം. ശ്രീമതി അന്നമ്മ ജോൺ, ഇപ്പോൾ ഡോക്ടർ ജെയിംസ് വടക്കഞ്ചേരി പറഞ്ഞ രണ്ട് കാര്യങ്ങൾ, ഒന്ന് ചുരിദാറിലെ സലൈവയുടെയും രക്തത്തിൻ്റെയും കാര്യം, രണ്ടാമത്തത് ഈ പറഞ്ഞ നഖത്തിനിടയിൽ ജിഷയുടെ നഖത്തിനിടയിൽ ഈ പ്രതിയുടെ തൊലി ഉണ്ടോ എന്നുള്ളത്, അത് തെളിയിക്കാൻ പറ്റുമോ എന്നുള്ളത്. അതൊരു ശ്രമകരമായ പ്രശ്നം തന്നെയാണോ? ഇവിടെ വടക്കഞ്ചേരി സാർ ഉന്നയിച്ച ആദ്യത്തെ കാര്യം, തുണിയുടെ അകവശത്ത് ജിഷയുടെ രക്തം കാണണം, അത് കാണണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ അത് പല്ലെത്ര ബലത്തിൽ അമർത്തുന്നു എന്നതിനെ ആശ്രയിച്ചാണ് ബൈറ്റ് മാർക്കിൽ ഈ വിക്ടിമിന്റെ ശരീരത്തിൽ മുറിവുണ്ടായി രക്തം വരണോ വേണ്ടയോ എന്നുള്ളത് ഡിസൈഡ് ചെയ്യപ്പെടുന്നത്. രണ്ടാമത്തെ കാര്യം, ഇത് തുണിയുടെ പുറത്താണ് കടിക്കുന്നത്. അപ്പോൾ കുറച്ചധികം ബലം പ്രഷർ ഉപയോഗിച്ചാലും മുറിയണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ മുറിഞ്ഞെങ്കിൽ മാത്രമാണ് ബ്ലഡ് ഉണ്ടാകേണ്ടത്. മുറിഞ്ഞില്ലെങ്കിൽ പോലും ഇയാളുടെ സലൈവ അതിൽ പറ്റിയിട്ടുണ്ട്. ആ സലൈവയിലുള്ള DNA അത് സഫീഷ്യൻ്റ് ആണ്. ഇപ്പോൾ ജിഷയുടെ ശരീരം മുറിഞ്ഞോ ഇല്ലയോ എന്നുള്ളത് ഒരു വിഷയമേ അല്ല. അത് വളരെ ഡീപ്പായിട്ട് കടിച്ചു കഴിഞ്ഞാൽ മുറിഞ്ഞെങ്കിൽ ബ്ലഡ് വരും. അപ്പോൾ അത്രയും ഡീപ്പായിട്ട് ഈ തുണി എത്ര കനത്തിലിരിക്കുന്നോ അതിനനുസരിച്ച് ആ പല്ല് ശരീരത്തിൽ സ്കിന്നിൽ തുളച്ച് കയറിയിട്ടുണ്ടെങ്കിൽ മാത്രമാണ് ബ്ലഡ് വരാനുള്ള ഒരു ചാൻസ്. അപ്പോൾ അവിടെ ബ്ലഡ് വരണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. ശ്രീമതി അന്നമ്മ, അവിടെ തന്നെ ഒരു കാര്യമുള്ളത്, ഈ പല്ലിന്റെ കാര്യത്തെക്കുറിച്ച് നമ്മൾ ഇടയ്ക്ക് കേട്ടിരുന്നല്ലോ, പല്ല് വിടവുള്ള പല്ലുള്ള ഒരാളാണെന്നുള്ളത്. അത് ഈ പറഞ്ഞ ചുരിദാറിലുള്ള കടിപ്പാട് വെച്ച് വിടവുള്ള പല്ലാണോ എന്നുള്ളത് കണ്ടെത്താൻ പറ്റിയില്ലെങ്കിൽ പ്രശ്നമാകുമോ? അത് കണ്ടെത്താൻ പറ്റിയില്ലെങ്കിൽ ഒരു പ്രശ്നവും വരുന്നില്ല. കാരണം ഈ ചുരിദാർ കൂട്ടി കടിക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് ഈ തുണിയുടെ ഭാഗം ചുരുണ്ട് അതിന്റെ ഇടയിൽ ഇരുന്ന് കഴിഞ്ഞാൽ അത്രയും ഭാഗത്തെ പല്ലിന്റെ ഇംപ്രഷൻ അവിടെ പതിയണമെന്ന് നിർബന്ധമില്ല.
അങ്ങനെ വരുമ്പോൾ ആ പല്ല് ഇംപ്രഷൻ നോക്കുന്ന ഒരാൾക്ക് ആ പല്ലുകളുടെ ഇടയിൽ ഒരു വിടവുള്ളതായിട്ട് തോന്നാം. അപ്പൊ യഥാർത്ഥത്തിൽ വിടവുള്ള പല്ലുകാരനാകാം, ഇല്ലാത്ത ഒരാളാകാം. അപ്പൊ ഇല്ലാത്ത ഒരാളാണെങ്കിൽ ഈ വിടവ് അവർ കണ്ടത് ഒരു പക്ഷേ ഇതിന്റെ ഇടയിൽ ഈ തുണി ചുരുണ്ട് കയറി ഇരുന്ന് കഴിഞ്ഞാൽ ഒരു വിടവുള്ളതായിട്ട് അവർക്ക് തോന്നാം. അപ്പൊ അതുകൊണ്ട് ആ ബൈറ്റ് മാർക്ക് ഇങ്ങനെ തുണിയുടെ പുറമേ കടിച്ചുണ്ടായ ഒരു ബൈറ്റ് മാർക്കിന്റെ ഷേപ്പിന്റെ മേല് കയറി പിടിച്ച് നമ്മൾ ആർഗ് ചെയ്യേണ്ട ഒരു കാര്യവുമില്ല. ഇപ്പോ നേരത്തെ ജെയിംസ് വടക്കഞ്ചേരി സാർ മറ്റേ നഖത്തിന്റെ ഇടയിലുള്ള തൊലിയെ കുറിച്ച് കൂടി പറഞ്ഞല്ലോ, അതും കൂടി. ഈ നഖത്തിനിടയിൽ സാധാരണ ഓട്ടോപ്സിയുടെ സമയത്ത് നെയിൽ ക്ലിപ്പിംഗ്സ് വിക്ടിമിന്റെ ഇത് കട്ട് ചെയ്തെടുക്കാറുണ്ട്. അപ്പൊ അത് എടുത്തോ ഇല്ലയോ എന്നുള്ള കാര്യം അറിഞ്ഞുകൂടാ. അപ്പൊ അത് എടുത്തിട്ടുണ്ടെങ്കിൽ അത് പരിശോധിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന പ്രതി എന്ന് പറയുന്ന ആളുടെ DNA അതിന് കിട്ടാം. അതിന്റെ ചാൻസ് അപ്പൊ ജിഷ എന്ന് പറയുന്ന വിക്ടിം ഈ പ്രതിയെ ഇങ്ങനെ കൈകൊണ്ട് മാന്തി ഒരു മുറിവേൽപ്പിക്കുന്ന ഒരു സാഹചര്യം വന്നാൽ മാത്രമാണ് അങ്ങനെ ഒരു ടിഷ്യൂ ട്രാൻസ്ഫർ ചെയ്ത് ഈ കൈയുടെ ഇടയിൽ വരാനുള്ള ഒരു ചാൻസ്. അപ്പൊ ആദ്യമേ തന്നെ നമ്മൾ ലോ പ്രോബബിലിറ്റി പറഞ്ഞതുപോലെ എവറി ആക്ഷൻ ഈസ് ഹാവിങ് വേരിയസ് ചാൻസസ്. അപ്പൊ മാന്താൻ ഒരു അവസരം ആ വിക്ടിമിന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അങ്ങനെ സംഭവിച്ചാൽ ഈ ടിഷ്യൂ വരാം. അങ്ങനെ വന്നെങ്കിൽ അത് പോസിറ്റീവായിട്ട് കണ്ടുപിടിക്കാനുള്ള സംവിധാനം ഫോറൻസിക് ലാബിനുണ്ട്. അപ്പൊ അങ്ങനെ പരിശോധിച്ച് കണ്ടുപിടിക്കാൻ പറ്റിയില്ലെങ്കിൽ അതിന്റെ അർത്ഥം അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടാവില്ല, അതല്ലെങ്കിൽ സഫീഷ്യന്റ് മെറ്റീരിയൽ കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പൊ ഇങ്ങനെയെല്ലാം പല ചാൻസ് ഉണ്ട്. അപ്പൊ ഈ കൈയുടെ അകത്ത് മാന്തിയതിന്റെ ടിഷ്യൂവിന്റെ അംശം ഇല്ല എന്ന് പറഞ്ഞ് നമ്മൾ വാശി പിടിച്ചാൽ ഈ കേസ് ഈ പ്രതി അല്ല എന്നൊന്നും ആയി പോവുകയില്ല. അതല്ലാതെ തന്നെ നമുക്ക് ഈ സലൈവയിൽ നിന്ന് ഈ പ്രതിയുടെ DNA കിട്ടിയത് ഈ നെയിൽ ക്ലിപ്പിംഗ്സിൽ നിന്ന് കിട്ടാമായിരുന്ന DNAക്ക് തുല്യമായ പ്രാധാന്യമുള്ള DNA തന്നെയാണ്. ശ്രീ ജെയിംസ് വടക്കഞ്ചേരി, താങ്കളുടെ സംശയം മാറിക്കാണുന്നാണ് കരുതുന്നത്? എൻ്റെ സംശയം മാറിയിട്ടില്ല. എൻ്റെ സംശയം എന്ന് വെച്ചാൽ ഈ ആൾ കടിച്ചു എന്ന് പറഞ്ഞാൽ ആ കടിയിൽ ഈ പല്ലിൻ്റെ വിടവൊക്കെ മനസ്സിലായിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആ കടി നക്കുന്നത് പോലെ പതുക്കൊന്നുമല്ല, തീർച്ചയായിട്ടും അത് ആ കടി ഏറ്റിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടത്തിൽ ആ കടിയെ പറ്റി പ്രത്യേകിച്ച് മാർക്ക് ചെയ്യാൻ സാധ്യതയുണ്ട്. അങ്ങനെ പോസ്റ്റ്മോർട്ടത്തിന് മാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനുള്ള അടയാളം അവിടെ കാണുന്നുണ്ട്. അടയാളം അവിടെ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ രക്തം വരാൻ സാധ്യതയുണ്ട്. രക്തം വരാൻ സാധ്യതയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ തുണിയിൽ വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ വരുമ്പോൾ ഈ പറഞ്ഞതായ ചുരിദാറും ഈ നിഷയുടെ ശരീരവും തമ്മിലുള്ള ലിങ്ക് നമുക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റും. ശ്രീ ജെയിംസ് വടക്കഞ്ചേരി, അവിടെ താങ്കൾ തന്നെ പറയുന്നുണ്ടല്ലോ ഈ സലൈവയുടെ കാര്യത്തെക്കുറിച്ച്. ആ സലൈവ വച്ചിട്ട് മാത്രം പറയാൻ സാധിക്കില്ല എന്ന് പറയുമ്പോൾ ആ സലൈവ എങ്ങനെ ഈ പ്രതിയുടേത് അവിടെ വന്നു എന്നുള്ളത് ഒന്ന് നമ്മൾ കണ്ടെത്തേണ്ട കാര്യം തന്നെയല്ലേ? കണ്ടെത്തേണ്ട കാര്യമാണ്. അത് സലൈവ എങ്ങനെ വന്ന് ആദ്യം കണ്ടില്ല. വളരെ നാളുകൾക്ക് ശേഷമാണ് ഈ സലൈവ വന്നിരിക്കുന്നത്. അത് സലൈവ അത്രയും നാളും യാതൊരു ഡാമേജും കൂടാതെ അവിടെ ഇരിക്കുമോ എന്നുള്ള കാര്യമെല്ലാം ഇനി ചർച്ച ചെയ്യേണ്ടതായിട്ടുണ്ട്. എത്ര ദിവസം സലൈവയ്ക്ക് അങ്ങനെ ബാഷ്പീകരിക്കാതെ അങ്ങനെ ഇരിക്കാൻ പറ്റും? അതിൽ നിന്ന് DNA കണ്ടെത്തിയെങ്കിൽ ആ സലൈവയുടെ പ്രായം എത്രയാണ്? ഇങ്ങനെയുള്ളതായ ഒത്തിരി ഇഷ്യൂസ് ഇതിനകത്ത് വരുന്നത്. മോഹൻദാസ്, അതിൽ ആദ്യം പറയേണ്ടത് സലൈവയുടെ കാര്യമാണ്. സലൈവയുടെ കാര്യം ഇവിടെ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞത് സലൈവയുടെ നിന്നും DNA കറക്റ്റായിട്ട് കണ്ടെത്തിയിട്ടുണ്ടെന്നും അത് ഈ സലൈവ ഈ പ്രതിയുടെ സലൈവയും അതായത് ബ്ലഡ് അതായത് പ്രതിയുടെ ബ്ലഡ് സാമ്പിളിൽ നിന്നും കിട്ടിയിട്ടുള്ള DNA-യും സലൈവയുടെ DNA-യും ഒന്ന് തന്നെയാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞതായിട്ട് ഇവിടെ നേരത്തെ ഈ ചാനലിൽ തന്നെ സംസാരിക്കുകയുണ്ടായി. പിന്നെ മൂന്നാമത്തെ കാര്യം നെയിൽ ക്ലിപ്പിംഗ്. അതായത് ഈ ആദ്യം ഞാൻ പത്രമാധ്യമങ്ങളിലൂടെയും ചാനൽ ചർച്ചകളിലൂടെയും ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യമുണ്ട്. ഈ ജിഷയുടെ ബോഡിയിൽ നഖം കൊണ്ട് സ്ക്രാച്ച് മാർക്കുണ്ടായിരുന്നു. നഖം കൊണ്ട് മാന്തിയ പാട് ബോഡിയിൽ ഉണ്ടായിരുന്നതായിട്ടാണ് ആദ്യം പല വ്യക്തികളും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുള്ളത്. തീർച്ചയായിട്ടും അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ നഖത്തിനുള്ളിൽ ഈ തൊലിപ്പാട് കടന്നുകൂടിയിട്ടുള്ളത്. അതിൻ്റെ പരിശോധനയിൽ നിന്നും DNA ഐഡൻറ്റിഫൈ ചെയ്തതായിട്ട് ഇന്ന് രാവിലെ പറയുകയുണ്ടായി. അപ്പം ഇവിടെ 3 ഘടകങ്ങൾ ഒത്തുവന്നിരിക്കുന്നു. അതായത് ചെരുപ്പിൽ നിന്നും കിട്ടിയ ബ്ലഡ് സ്റ്റെയിനിൻ്റെയും നെയിൽ ക്ലിപ്പിങ്ങിൽ നിന്ന് കിട്ടിയ DNA-യും സലൈവയിൽ നിന്ന് കിട്ടിയ DNA-യും ഒന്ന് തന്നെയാണെന്ന് രാവിലെ ചാനൽ ചർച്ചകളിൽ പറഞ്ഞു കേട്ടു. അപ്പം ഇത് വളരെ ഈ 3 ഒന്നാണെന്ന് പറയുന്നത് വളരെ വളരെ കൺക്ലൂസീവ് ആയിട്ടുള്ള പ്രൂഫാണ്. ഈ കേസ് വളരെ നന്നായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ കഴിയുന്ന ഒരു ഘടകമായിട്ടാണ് ഞാൻ കരുതുന്നത്. പിന്നെ അതിലുപരി എനിക്കൊരു വിമർശന ബുദ്ധി പറയുന്ന ഒരു സംഗതിയുണ്ട്. ഇത്തരണത്തിൽ ഞാൻ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ മുൻ പ്രിൻസിപ്പലും ഡെൻ്റൽ കോളേജിലെ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റ് ഡോക്ടർ ജ്യോതീന്ദ്രകുമാർ സാറിനെ ഞാൻ ഓർക്കുകയാണ്. അദ്ദേഹം പ്രസിദ്ധനായിട്ടുള്ള ഒരു ഫോറൻസിക് ഓഡൻറ്റോളജിസ്റ്റാണ്. അദ്ദേഹത്തിൻ്റെ ഞങ്ങളുടെ ട്രെയിനിങ് സമയത്തുള്ള
ഞങ്ങളെ പഠിപ്പിച്ചിട്ടുള്ള ചില കാര്യങ്ങൾ ഈ ഘട്ടത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. അതായത് ബൈറ്റ് മാർക്ക് ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു ഇംപ്രഷൻ പ്ലാസ്റ്റർ ഓഫ് പാരീസോ അതുപോലുള്ള എന്തെങ്കിലും കൊണ്ടോ അതിൻ്റെ ഇംപ്രഷൻ എടുക്കാൻ കഴിയും. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാൻ തന്നെ നേരത്തെ ഒരു തെഫ്റ്റ് കേസിൽ ഒരു വീട്ടിൽ പരിശോധിച്ചപ്പോഴത്തേക്ക് അവിടെ ഫ്രിഡ്ജിൽ ആപ്പിൾ ഉണ്ടായിരുന്നു. ഈ കയറിയ കള്ളൻ ഈ ആപ്പിൾ എടുത്ത് കടിച്ചിട്ട് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആപ്പിള് ഇവൻ്റെ ഈ സസ്പെക്റ്റിൻ്റെ എന്താണ് ഡെൻ്റൽ മാർക്ക് അതിലുണ്ടായിരുന്ന കാരണം അതിൻ്റെ ഇംപ്രഷൻ എടുക്കാൻ കഴിഞ്ഞു. അവസാനം ഇങ്ങനെ സസ്പെക്റ്റിനെ ഐഡൻറ്റിഫൈ ചെയ്യുമ്പോഴത്തേക്ക് ഇത് കറക്റ്റായിട്ട് മാച്ച് ചെയ്യാൻ കഴിഞ്ഞു. അങ്ങനെ ഒരു നല്ലൊരു എവിഡൻസ് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ഇത് ആദ്യം ഇതിൻ്റെ ഇൻക്വസ്റ്റ് കണ്ടക്ട് ചെയ്ത ഓഫീസർ ആദ്യമേ തന്നെ ഇതിൻ്റെ ഒരു ഇംപ്രഷൻ എടുക്കാനായിട്ട് ഒരു ഫോറൻസിക് അതൊന്നും ഇപ്പൊ ഇല്ല. സമ്മതിച്ചു. അദ്ദേഹം കഴിഞ്ഞില്ലെങ്കിൽ തീർച്ചയായിട്ടും അതിനാണല്ലോ വളരെയധികം എക്സ്പേർട്സ് ആയിട്ടുള്ള ഫോറൻസിക് സർജൻ ഉള്ളത്. ഈ നല്ല 2-3 കടിപ്പാടുകളും നല്ല ശക്തിയായിട്ടുള്ള കടിപ്പാടുകൾ ഈ ജിഷയുടെ മുതുക് ഭാഗത്തുള്ള ഉണ്ടായിരുന്നതായിട്ടാണ് ഞാൻ ചർച്ചകളിൽ നിന്നും മനസ്സിലാക്കിയിട്ടുള്ളത്. പക്ഷേ അദ്ദേഹത്തിനെങ്കിലും തോന്നേണ്ടതായിരുന്നു അങ്ങനെ ഒരു ഇംപ്രഷൻ എടുത്തിരുന്നെങ്കിൽ. പിന്നെ അതുമാത്രമല്ല ഈ ഡെൻ്റൽ ആർച്ച് എന്ന് പറയുന്നത് ഒരു ഫിംഗർ പ്രിൻ്റ് പോലെ തന്നെ ഒരാളുടെ യുണീക്ക് ക്യാരക്ടറാണ്. അപ്പം ആ ഡെൻ്റൽ ആർച്ചും ഡെൻ്റൽ ഇംപ്രഷനും എടുത്തിരുന്നെങ്കിൽ തീർച്ചയായിട്ടും വളരെയധികം നന്നായിട്ട് ഇത് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ കഴിയും. ശ്രീമതി അന്നമ്മ ജോൺ, ഈ പറഞ്ഞ രീതിയിലുള്ള തുടക്കത്തിൽ എടുക്കേണ്ട ശാസ്ത്രീയമായ എവിഡൻസുകൾ ഒന്നും തന്നെ ഇല്ല എന്നുള്ളത് ഇപ്പോൾ ഏത് രീതിയിലാണ് ഈ കേസിനെ ഇനി മുന്നോട്ട് കൊണ്ടുപോവുക? ഇപ്പോൾ ഡോക്ടർ ജെയിംസ് വടക്കഞ്ചേരി തന്നെ പറഞ്ഞ ഒരു കാര്യമുണ്ടല്ലോ, അതായത് സലൈവയുടെ കാര്യം പറയുമ്പോൾ പോലും ഈ സലൈവ എത്രമാത്രം പ്രായമുള്ളതാണ്, അത് ഇത്രയും ദിവസങ്ങൾക്ക് ശേഷവും ഈ DNA കണ്ടുപിടിക്കാൻ തക്കവണ്ണം അതവിടെ ഉണ്ടായിരുന്നോ? അത് ആ പ്രതിയുടേത് തന്നെയാണ്, അയാൾ തന്നെയാണ് ഇവരെ ജിഷയെ കൊന്നത് എന്നൊക്കെ പറയാൻ പറ്റുന്നതാണോ എന്ന സംശയം ഇപ്പോഴും ഉയർത്തുന്നുണ്ട് ഡോക്ടർ ജെയിംസ് വടക്കഞ്ചേരി. ആ സംശയത്തിന് യാതൊരു ന്യായവുമില്ല. അപ്പോൾ ബോഡി ഫ്ലൂയിഡ്, അതായത് ബ്ലഡ്, സലൈവ, സെമൻ ഇതുപോലെയുള്ള ഏതെങ്കിലും ബോഡി ഫ്ലൂയിഡ് വസ്ത്രത്തിൽ അടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് ശരിയായ രീതിയിൽ പ്രിസർവ് ചെയ്യുക, അതായത് റൂം ടെമ്പറേച്ചറിൽ അതിനെ ഡ്രൈ ആക്കുക. അങ്ങനെ ഡ്രൈ ആക്കി അത് കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര നാൾ കഴിഞ്ഞാൽ പോലും ഈ ബോഡി ഫ്ലൂയിഡ്, ഏത് തരം ബോഡി ഫ്ലൂയിഡ്, ബ്ലഡ് ആകാം, സലൈവയാകാം, സെമൻ ആകാം, അതിൽ നിന്നെല്ലാം അതിൻ്റെ ഐഡന്റിഫിക്കേഷൻ, അതിൻ്റെ ഒറിജിന്, അതിൻ്റെ DNA ഈ പറയുന്ന എല്ലാ ടെസ്റ്റുകളും ചെയ്യാൻ പര്യാപ്തമാണ്. അപ്പോൾ അത് സലൈവയുടെ പഴക്കോ അതൊന്നും അറിയേണ്ട ഒരാവശ്യമില്ല. ആ സലൈവ എന്ന് പറയുന്ന സ്റ്റെയിൻ പ്രോപ്പറായിട്ട് റൂം ടെമ്പറേച്ചറിൽ ഡ്രൈ ആക്കി അത് പ്രിസർവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പ്രോപ്പർ പ്രിസർവേഷൻ ആണ്. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് സലൈവയിൽ നിന്നൊരു DNA പ്രൊഫൈൽ കിട്ടി എന്ന് മനസ്സിലാക്കുമ്പോൾ അത് വേണ്ട രീതിയിൽ പ്രിസർവ് ചെയ്തിട്ടുണ്ട് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. ഇപ്പോൾ ഈ പറഞ്ഞ രീതിയിലുള്ള തെളിവുകളെല്ലാം വെച്ച് ഇപ്പോൾ ജിഷയുടെ ഘാതകൻ എന്ന് പറഞ്ഞ് കണ്ടെത്തിയിരിക്കുന്ന ഇപ്പോൾ ഈ പ്രതിയെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വളരെ എളുപ്പത്തിൽ സാധിക്കുന്നതാണ്. ആദ്യ കാലഘട്ടത്തിലെ പോലീസിൻ്റെ ഒരു വലിയ താല്പര്യമില്ലായ്മ ഇതിൽ വലിയ പ്രശ്നമാകില്ല എന്നാണോ ഇപ്പോൾ ശ്രീമതി അന്നമ്മ ജോൺ കാണുന്നത്? തീർച്ചയായിട്ടും ആദ്യകാലത്തെ പോലീസിന്റെ അന്വേഷണത്തിൽ ശാസ്ത്രീയമായ ശരിയായ ഒരു അടിത്തറയിടാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ഈ പ്രതിയെ ഫോളോ അപ്പ് ആക്ഷൻ നടത്താൻ മറ്റെന്തെങ്കിലും തരത്തിലുള്ള എന്തെങ്കിലും സമയക്കുറവ് കൊണ്ടോ ആളുബലമില്ലായ്മയോ എന്താണോ നമുക്ക് അത് അറിഞ്ഞുകൂടാ അവരുടെ പ്രശ്നം എന്താണെന്ന്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു പ്രോബ്ലം കൊണ്ട് അവർക്ക് ആ ഫോളോ അപ്പ് എടുക്കാൻ പറ്റിയില്ലാത്തത് കൊണ്ട് ആ പരിസരത്തെങ്ങാനും ഉണ്ടാകാമായിരുന്ന പ്രതി അത് സമയം ചെല്ലുന്നതിനനുസരിച്ച് അകന്നകന്നു പോയി. അപ്പോൾ അവർ അന്വേഷിക്കേണ്ട അവരുടെ ആ അന്വേഷണ വലയം അത് വളരെ വലുതായിപ്പോയി. അപ്പോൾ അങ്ങനെ നമുക്ക് കാലതാമസം ഇത്രയും ഉണ്ടാകേണ്ടി വന്നു. പിന്നെ ഈ ബൈറ്റ് മാർക്കിന്റെ കാര്യം മോഹൻദാസ് സാർ സൂചിപ്പിച്ചത്, ഓഡന്റോളജി പ്രകാരം ബൈറ്റ് മാർക്ക് 3 തരത്തിലാണ്. അതായത് ആപ്പിൾ ടൈപ്പ്, ചോക്ലേറ്റ് ടൈപ്പ്, ചീസ് ടൈപ്പ്. അതിൽ ആപ്പിൾ ടൈപ്പ് എന്ന് പറഞ്ഞാൽ നല്ല അമർത്തിയുള്ള ബൈറ്റ് മാർക്ക്, വളരെ പ്രോമിനന്റ് ആയിട്ട് അതിൽ ഏക്കുന്ന തരം ബൈറ്റ് മാർക്ക്. ചോക്ലേറ്റ് ടൈപ്പ് അത്രയും തന്നെ ഇല്ലാത്തത്. ചീസ് ടൈപ്പ് എന്ന് പറഞ്ഞാൽ ചീസിലുള്ള ബൈറ്റ് മാർക്ക് പെട്ടെന്ന് ഡിസപ്പിയർ ചെയ്യുന്നത്. അപ്പോൾ ഹ്യൂമൻ ബോഡിയിലുള്ള ബൈറ്റ് മാർക്ക് എന്ന് പറയുമ്പോൾ ചീസ് ടൈപ്പ് ബൈറ്റ് മാർക്കാണ്. അപ്പോൾ അത് എത്രയും പെട്ടെന്ന് പ്രിസർവ് ചെയ്യുക. അതിൻ്റെ പ്രിസർവേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു 24 hours ഉള്ളിലെങ്കിലും പ്രിസർവ് ചെയ്തില്ലെങ്കിൽ അതുകൊണ്ട് കൃത്യമായ ഒരു റിസൾട്ട് നമുക്ക് കിട്ടുകയില്ല. അതിൻ്റെ പ്രിസർവേഷൻ മെത്തേഡ് എന്ന് പറയുന്നത് 2 മെത്തേഡാണ്. അപ്പോൾ അത് നല്ലൊരു ഞാൻ തിരിച്ചെത്താം, നമുക്ക് പെട്ടെന്ന് ഒരു ഇടവേളയിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. എന്തായാലും
ഈ ഫോളോ അപ്പ് ആക്ഷന് എന്താണ് സംഭവിച്ചത് എന്നുള്ളത് കൂടി ഈ കേസിൽ ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. ശ്രീ മോഹൻദാസ്, ഇപ്പോൾ ഫോളോ അപ്പ് ആക്ഷൻ ആണ് ഇതിനകത്ത് ഏറ്റവും വലിയ പ്രശ്നം. കേരള പോലീസിൽ വളരെ മിടുക്കന്മാരായ പോലീസുകാരാണുള്ളത്. ഇവിടെ അന്വേഷണ സംവിധാനത്തിന് വലിയ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല. പക്ഷെ അത് എങ്ങനെ ഉപയോഗിക്കണമെന്ന് പറയാനും അതിനെ പിരിമുറുക്കാനും മുകളിൽ ആളുകൾ ഉണ്ടാകണം. അത് എത്രമാത്രം എന്നുള്ളതാണ് ഇപ്പോൾ തെളിഞ്ഞിരിക്കുന്നത്. ഇവിടെ ഫോളോ അപ്പ് ആക്ഷൻ, തുടക്കത്തിലുള്ള ശാസ്ത്രീയമായ തെളിവുകൾ പരമാവധി എടുത്ത ഘട്ടത്തിൽ ഇല്ലാതെ പോകുന്നത് അന്വേഷണ കാര്യങ്ങളിൽ എന്തുകൊണ്ടാണ്? കൃത്യമായിട്ട് പരിശോധിച്ചിരുന്നുവെങ്കിൽ ഇതിനേക്കാളും കുറച്ചുകൂടെ വിലപ്പെട്ട തെളിവുകൾ ഈ സീൻ ഓഫ് ആക്ഷനിൽ നിന്നും നമുക്ക് കണ്ടെടുക്കാൻ കഴിയുമായിരുന്നു. പക്ഷേ നമുക്ക് അത് അന്ന് അവർ കണ്ടെത്തിയിട്ടുണ്ടോ ഇല്ലയെന്നുള്ളത് നമുക്കിപ്പം കൃത്യമായിട്ടും പറയാൻ പറ്റത്തില്ല. അതൊന്നും അവർ കൃത്യമായിട്ട് വെളിപ്പെടുത്തിയാൽ മാത്രമേ. പക്ഷേ ഈ സാഹചര്യത്തിൽ നിന്നും വേണ്ടത്ര തെളിവുകൾ അന്നത്തെ സീൻ ഓഫ് ഒക്കറൻസിൽ നിന്നും കണ്ടെടുത്തിട്ടില്ല എന്നാണ് നമുക്ക് കരുതാൻ. പക്ഷേ ഈ നമുക്ക് നോർമലായിട്ട് ഈ ഫോളോ അപ്പ് ആക്ഷൻ വളരെ ശക്തമായ വിധത്തിൽ വളരെ ശുഷ്കാന്തിയോടുകൂടി നടത്തിയിരുന്നുവെങ്കിൽ ഇപ്പോൾ ഈ കണ്ടെത്തിയ ശാസ്ത്രീയമായിട്ടുള്ള തെളിവുകൾ വളരെ മുമ്പും നേരത്തെയും കണ്ടെടുക്കാൻ കഴിയുമായിരുന്നു. പക്ഷേ ഈ സലൈവയിൽ നിന്നും കിട്ടിയിട്ടുള്ള DNA എവിഡൻസും അല്ലെങ്കിൽ ഈ ചെരുപ്പിൽ നിന്നും കിട്ടിയിട്ടുള്ള ബ്ലഡ് സ്റ്റെയിൻ പരിശോധിച്ച് അത് ജിഷയുടെ ബ്ലഡ് സ്റ്റെയിൻ ആണെന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഇതൊക്കെ നേരത്തെ ചെയ്തിരുന്നെങ്കിൽ നേരത്തെ അന്വേഷിച്ച ഉദ്യോഗസ്ഥന്മാർക്കും ചെയ്യാൻ കഴിയുമായിരുന്നു. പക്ഷേ അത് പുതിയതായിട്ട് വന്ന ടീമാണ് അത് വളരെ ജാഗ്രതയോടുകൂടി ചില കാര്യങ്ങൾ പ്രയോറിറ്റി കൊടുത്ത് അന്വേഷിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ഈ വൈകിയ വേളയിലെങ്കിലും ഈ തെളിവുകൾ നമുക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളതെന്ന് ഞാൻ കരുതുന്നു. തീർച്ചയായിട്ടും അവരെ അത് അഭിനന്ദിക്കേണ്ടതാണ്. ശ്രീമതി അന്നമ്മ ജോൺ, ഇപ്പോൾ തുടക്കത്തിൽ തന്നെയുള്ള പരാതിയാണ് ഈ ജിഷയുടെ ബോഡി ക്രിമേറ്റ് ചെയ്തതിനെ കുറിച്ചുള്ള കാര്യം. അതുപോലെ പോസ്റ്റ്മോർട്ടം ചെയ്തത് സീനിയർ ആയിട്ടുള്ള ആളുകളല്ല. അവിടെ വേണ്ട രീതിയിലുള്ള വീഡിയോ പിക്ചറുകൾ എടുത്തിട്ടില്ല. ഈ ഫോറൻസിക് ആയിട്ടുള്ള ശാസ്ത്രീയമായ സയൻറ്റിഫിക് ആയിട്ടുള്ള അന്വേഷണം നടത്തേണ്ട അങ്ങനെയുള്ള ഉദ്യോഗസ്ഥരെ കൊണ്ടുവന്ന് കാര്യങ്ങൾ ചെയ്തോ എന്ന കാര്യത്തിലുള്ള അവ്യക്തതകൾ, ഇതൊക്കെ ഒരുപക്ഷെ ഇപ്പോൾ ചില കാര്യങ്ങൾ അങ്ങ് പറഞ്ഞതുപോലെ ശാസ്ത്രീയമായി അന്വേഷണത്തെ മുന്നോട്ട് പോകാൻ സഹായിച്ചിട്ടുണ്ടെങ്കിൽ കൂടി ഈ തുടക്കത്തിൽ വന്നു എന്ന് പറയുന്ന ഇത്തരം ലാപ്സുകൾ ഈ അന്വേഷണത്തെ വൈകിച്ചിട്ടുണ്ടോ? തുടക്കത്തിൽ അതായത് ഒന്നാമത് ക്രൈം സീൻ നന്നായിട്ട് നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യണം. ആ ക്രൈം സീനിലുള്ള എവിഡൻസ് യാതൊരു രീതിയിലും നഷ്ടപ്പെടാത്ത രീതിയിൽ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്ത് സൂക്ഷ്മമായിട്ടുള്ള അന്വേഷണം നടത്തണം. അത് ഇപ്പോൾ അവർ സൂക്ഷ്മമായി അന്വേഷണം ഉണ്ടായിരിക്കാം എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. കാരണം അവിടുന്ന് ഹെയർ കിട്ടി എന്ന് പറയുന്നുണ്ട്, ഇതുപോലെയുള്ള ട്രേസ് മെറ്റീരിയലിൽ നിന്ന് നമുക്ക് DNA കിട്ടി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ അവർ അത് നടത്തിയിട്ടുണ്ടാവും. അതിനെക്കുറിച്ച് ആധികാരികമായിട്ട് എനിക്ക് പറയാൻ പറ്റിയില്ല, കാരണം ഞാൻ സീൻ കണ്ടിട്ടില്ല. അപ്പോൾ അത് നടത്തിയിട്ടുണ്ടായിരിക്കാം എന്ന് നമുക്ക് വേണം അനുമാനിക്കാൻ. പക്ഷേ ഇതിൻ്റെ ഈ ഓട്ടോപ്സിയുടെ സമയത്ത് അപ്പോൾ ഈ ബോഡിയിൽ ബൈറ്റ് മാർക്ക് ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ ആ ബൈറ്റ് മാർക്ക് പ്രിസർവ് ചെയ്യാനുള്ള ഒരു നടപടി അവർ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് അറിഞ്ഞുകൂടാ. അപ്പോൾ ആ ബൈറ്റ് മാർക്ക്, ഈ 3 തരത്തിലുള്ള ബൈറ്റ് മാർക്കിൽ ഈ പറയുന്ന പെട്ടെന്ന് ഡിസപ്പിയർ ചെയ്യുന്ന തരം ബൈറ്റ് മാർക്കാണ് ഹ്യൂമൻ ബോഡിയിലുള്ള ബൈറ്റ് മാർക്ക്. കാരണം ഈ സ്കിന്ന് ഡീകമ്പോസ് ചെയ്യുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ അതിൻ്റെ വാട്ടർ കണ്ടന്റ് നഷ്ടപ്പെടുന്നതിനനുസരിച്ച് ബൈറ്റ് മാർക്ക് അതിൻ്റെ സൈസ് ഷ്രിങ്ക് ചെയ്യും. അപ്പോൾ അത് കമ്പാരിസൺ ഡിഫിക്കൽട്ടായി വരും. അപ്പോൾ നമ്മൾ കാണുമ്പോൾ എയർലിയർ ദി ബെറ്റർ എന്നാണ് പറയുന്നത്. അപ്പോൾ അത് പോലീസിൻ്റെ ഇൻക്വസ്റ്റ് സമയത്ത് തന്നെ നമ്മൾ സ്കെയിൽഡ് ഫോട്ടോഗ്രാഫായിട്ട് അത് പ്രിസർവ് ചെയ്യാറുണ്ട്. നമ്മൾ സീൻ അന്വേഷിക്കുമ്പോൾ അങ്ങനെ ബൈറ്റ് മാർക്ക് കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓട്ടോപ്സിക്ക് വിടുന്നതിന് മുമ്പ് തന്നെ അത് ആ രീതിയിൽ പ്രിസർവ് ചെയ്യാറുണ്ട്, സ്കെയിൽഡ് മാക്സിമം ക്ലോസ് ഫോട്ടോഗ്രാഫായിട്ട്. പിന്നെയുള്ളത്, ഇത് നല്ല ഒരു ഇംപ്രഷൻ, ആഴത്തിലുള്ള ഒരു ഇംപ്രഷൻ ആണെന്നുണ്ടെങ്കിൽ അതിൽ നമുക്ക് കാസ്റ്റ് എടുക്കാൻ പറ്റും. അപ്പോൾ ആൽജിനൈറ്റ് എന്ന് പറയുന്ന മെറ്റീരിയൽ ഉപയോഗിച്ച്, ഡെന്റിസ്റ്റുമാരെ ഉപയോഗിക്കുന്ന ആ മെറ്റീരിയൽ ഉപയോഗിച്ച് നമുക്ക് അതിൻ്റെ കാസ്റ്റ് എടുത്ത് വയ്ക്കാം. അപ്പോൾ ആ കാസ്റ്റ് എടുത്ത് ഡോക്ടർമാരെ കാസ്റ്റ് എടുത്തോ ഇല്ലയോ അറിഞ്ഞുകൂടാ. അത് കഴിഞ്ഞതിന് ശേഷം അപ്പോൾ ഈ വിക്ടിം ഇങ്ങനെയുള്ള സെൻസേഷണൽ റേപ്പ് ആൻഡ് മർഡർ കേസിലാണല്ലോ വിക്ടിമിൽ ഇതുപോലെയുള്ള ബൈറ്റ് മാർക്കൊക്കെ കാണുന്നത്. അങ്ങനെ കാണുമ്പോൾ നമ്മൾ അനുമാനിക്കണം സമാനമായ അറ്റാക്ക് വിക്ടിമിൽ നിന്ന് അക്യൂസ്ഡിലേക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അക്യൂസ്ഡിൻ്റെ ദേഹത്ത് ബൈറ്റ് മാർക്ക് ഉണ്ടാകാം. അപ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ടെങ്ങാനും അക്യൂസ്ഡിനെ കിട്ടിയാൽ മാത്രം ഉപയോഗിക്കാവുന്ന ഒരു എവിഡൻസ് ആണത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ വിക്ടിമിൻ്റെ ഡെന്റൽ കാസ്റ്റ് എടുത്ത് പ്രിസർവ് ചെയ്ത് വെക്കണമായിരുന്നു. അങ്ങനെ വെച്ച് കഴിഞ്ഞ് ഇമ്മീഡിയറ്റ്
ആയിട്ട് ഒരു സംശയിക്കുന്ന നിലയിൽ നമുക്കൊരാളെ കിട്ടിയാൽ അയാളുടെ ദേഹം പരിശോധിച്ച് അവിടെ ബൈറ്റ് മാർക്ക് ഉണ്ടെങ്കിൽ അതും ഇതുമായിട്ട് കമ്പയർ ചെയ്ത് ഒരു അഡീഷണൽ എവിഡൻസ് കൂടി നമുക്ക് കിട്ടുമായിരുന്നു. അപ്പോൾ ആ ഓട്ടോപ്സി കണ്ടക്ട് ചെയ്ത ഡോക്ടർമാർ അത് ചെയ്തോ ഇല്ലയോ അതിനെക്കുറിച്ച് നമുക്ക് പറയാൻ പറ്റില്ല. അത് അങ്ങനെ എടുക്കണമായിരുന്നു. അത് ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട ആസ്പെക്റ്റാണ്. അത് അടുത്തതായിട്ട് ഡോക്ടർ ജെയിംസ് വടക്കഞ്ചേരി, ഇപ്പോൾ ശ്രീമതി അന്നമ്മ ജോൺ പറഞ്ഞ കാര്യങ്ങൾ വെച്ച് തുടക്കത്തിൽ ഫോറൻസിക് വിദഗ്ധർ ചെയ്യേണ്ട ചില കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടാകാം. പോലീസ് അത് പ്രിസർവ് ചെയ്യുന്നതിന് വേണ്ടി എത്രമാത്രം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, അതൊരു പ്രശ്നം. മറ്റൊന്ന്, ഈ പെട്ടെന്നൊരു പ്രതിയെ കിട്ടുകയാണെങ്കിൽ മാത്രം ഉപയോഗപ്പെടുന്ന പല തെളിവുകളുമാണ് ആദ്യഘട്ടത്തിൽ ഇത്തരം ഫോറൻസിക് പരിശോധനയിലൂടെ ലഭ്യമാകുന്ന ചില കാര്യങ്ങളൊക്കെ. ആ പ്രതിയെ വളരെ അകന്നു പോകുന്നതിന് വേണ്ടി സഹായിച്ച ഘട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഈ കേസിനെ വല്ലാതെ ഉലച്ചിട്ടുണ്ടാകാം. അതൊക്കെയാണ് അങ്ങേക്ക് പോലും സംശയം ഉണ്ടാകുന്നതിന് കാരണമായിട്ടുണ്ടാകുക. തീർച്ചയായിട്ടും. അതായത് ഇതിനകത്തുള്ളപ്പോൾ ഞാൻ മോഹൻദാസായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ ചുരിദാറിലാണ് ഈ കടി, അതായത് ഈ വൈറ്റ് കാണുന്നത്, ഈ നമ്മളെ ഈ ആപ്പിൾ മാർക്ക് എന്നൊക്കെ പറഞ്ഞത്. അപ്പോൾ ഈ ഏതായാലും ഈ ഡെഡ് ബോഡിയുടെ ഫോട്ടോ എടുത്തിട്ടുണ്ടല്ലോ, കളർ ഫോട്ടോ, ആ കളർ ഫോട്ടോയിൽ ഇട്ടിരിക്കുന്ന ചുരിദാർ തന്നെയാണോ ഈ വൈറ്റ് മാർക്ക് കാണുന്നത് എന്നുള്ളത് നമ്മൾ നോക്കേണ്ടി വരും. കാരണം പോസ്റ്റ്മോർട്ടം ചെയ്ത് കഴിഞ്ഞിട്ട് ആ കുട്ടിയെ ധരിപ്പിച്ചത് ചുരിദാർ അവിടുന്ന് വാങ്ങിച്ച് ആ ചുരിദാർ ഡോക്ടർ അന്നമ്മ ജോൺ പറയുന്നത് പോലെ ഷെയ്ഡിൽ സൂക്ഷിച്ച് ഒക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്ത് കാണുന്നതായ ഈ സലൈവയൊക്കെ പ്രയോജനപ്പെടും. അപ്പോൾ നമുക്ക് അറിയേണ്ടത് ഈ ഫോട്ടോഗ്രാഫിൽ കാണുന്നതായ ചുരിദാർ അത് തന്നെ ആ നിറത്തിലും ആ മാതിരിയൊക്കെ ഇരിക്കുന്ന ചുരിദാർ തന്നെയാണോ ഈ സലൈവ ഉള്ളത്, അതോ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞപ്പോൾ ആ ചുരിദാർ ഇടിച്ചിട്ട് ആ കുട്ടിയെ ഈ പെട്ടിയിൽ അടക്കം ചെയ്യുകയാണോ ചെയ്തത് എന്നുള്ള കാര്യങ്ങളൊന്നും നമുക്ക് വ്യക്തതയില്ല. അതുകൊണ്ട് എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഈ കടി കൊണ്ട് അതിനകത്ത് സലൈവ ഉണ്ട്, അത് ചുരിദാർ, ഇങ്ങനെയൊക്കെയുള്ളതായ കാര്യങ്ങളിലൊക്കെ ഇനി ഒത്തിരി ഈ അന്വേഷണങ്ങൾ നടത്തി അതിൻ്റെ സാങ്ക്ടിറ്റി, അതിൻ്റെ കാര്യം ഇതെല്ലാം കോടതിയിൽ വരുന്നതാണ്.